ഇതിപ്പോ കിട്ടുമോ? വ്യക്തമായ പാട്ട് പാടുന്നത്
ഞങ്ങളുടെ സംഗീതമായിരിക്കും പിതാവേ, ഈ പ്രത്യേക സാഹചര്യത്തിൽ അതിന്റെ ആലയത്തിലേക്ക് കടന്നുവരുവാൻ ദൈവജനക്കിടയ കൃപയ്ക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. പിതാവേ, ഞങ്ങളോട് കൂടാതെ കഴിഞ്ഞ 4 വർഷക്കാലം ഈ ഇടവയ്ക്ക് ആവശ്യമായ നേതൃത്വം നൽകിയ ഞങ്ങളുടെ അച്ഛൻ്റെ യാത്രയ്ക്ക് വേണ്ടിയാണ് ഞങ്ങളിവിടെ ആയിരിക്കുന്നത്. ഈ സകലം അറിയുന്നവരെ യഹോവ വീട് പണിയാതിരുന്നാൽ പണി നിർമ്മിതാത്മാനിക്കുന്നു. യഹോവ പട്ടക്കാരിക്കുന്നു. ദൈവത്തോട് ഇവിടെ പ്രവർത്തിക്കാനുള്ള കൃപ ദാസന് ഞങ്ങൾക്ക് നൽകുകയ്ക്കായി നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. ദാസന്റെ യാത്രയേപ്പില് ആവശ്യമായ കൃപ പകർന്ന് നിന്റെ മകനെ സഹായിക്കണമേ. കുടുംബമായി ഞങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് തന്ന എല്ലാ സേവനത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ യോഗത്തിന്റെ രാജ്യവർക്ക് കൂടെ ഇരിക്കണമേ. നിന്റെ കൃപയിൽ ഞങ്ങളെ പുതിയടമേ കാത്തുകൊള്ളണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യാത്ര അയക്കുമ്പോൾ വളരെ സന്തോഷത്തോടെ നിന്റെ മകനെ അയക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുമാനം സഹായിക്കണമെന്നും പുതിയ വേറെ സ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ നിന്റെ സാറിന്റെ മകനോട് കൂടെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്ക് നൽകപ്പെട്ട എല്ലാ സേവനങ്ങൾക്കായിട്ട് നന്ദിയോടെ സ്തുതിക്കുന്നു. ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിന്റെ സാന്നിധ്യം ഞങ്ങളെ നിറച്ച് അനുഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു. എല്ലാം നൽകിക്കാതെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന കണ്ണുടെ പിതാവേ കേൾക്കണമേ. സ്വാഗതം ശ്രീമതി മീനാസുരി. ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ യാത്രയുടെ സമ്മേളനത്തിനായിട്ട് നാം ഇവിടെ കൊണ്ടിരിക്കുന്നു. ഈ പ്രതികൂലമായ സാഹചര്യത്തിലും ഇത്രയും പേർക്ക് ഇവിടെ വരുവാൻ സർവശക്തനായ ദൈവത്തിന് കൃപയോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ ഇന്നത്തെ എൻ്റെ കർത്തവ്യം എന്ന് പറയുന്നത് വന്നിരിക്കുന്നവരുടെ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും യാത്രയുടെ സമ്മേളനമായി നാം ഇവിടെ കൂടിയിരിക്കുമ്പോൾ അധ്യക്ഷത അറിഞ്ഞിരിക്കുന്ന ശ്രീ കമ്മിച്ചാനെ സ്വാഗതം ആശംസിക്കുന്നത്. നമ്മുടെ എല്ലാ കമ്മിറ്റിയിലാണെങ്കിലും എല്ലാം നമുക്ക് നല്ല ആലോചനകളൊക്കെ വന്നിരുന്ന കമ്മിച്ചാനോട് ഈ യോഗത്തിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അടുത്തതായിട്ട് പ്രിയാച്ചൻ പ്രഥമ കുഞ്ഞുങ്ങൾ അച്ഛൻ ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ ഓർക്കുകയായിരുന്നു. പ്രകൃതിയെ എത്രത്തോളം സ്നേഹിക്കുന്ന അച്ഛനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രകൃതിയോടും എല്ലാം നല്ല ഇടവകയുടെ എല്ലാ കാര്യങ്ങളിലും നമുക്ക് കൈത്താങ്ങ് തന്ന് നമ്മെ മുന്നോട്ട് നയിക്കുന്നു. ട്രസ്റ്റി ആയിട്ടുള്ള കാര്യം ഞാൻ ആലോചിക്കുകയായിരുന്നു. എനിക്ക് തുടക്കത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എന്നാലും എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്ത് എല്ലാം കൃത്യമായിട്ട് ചെയ്തത് ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്ത് സഹായിച്ചു. അതേപോലെ ഇടവകയുടെ എല്ലാ കാര്യങ്ങളും അച്ഛനൊരു തീരുമാനം എടുത്താൽ അത് നടപ്പാക്കാനുള്ള ഒരു കഴിവ് അച്ഛനുണ്ട്. തീർച്ചയായിട്ടും അച്ഛൻ്റെ തുടർന്നുള്ള തുടർന്നുള്ള ഇടവകയിൽ തുടർന്നുള്ള പ്രവർത്തനങ്ങളിലും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അച്ഛമ്മയെ പറ്റി പറയുകയാണെങ്കിൽ അച്ഛമ്മയുടെ പ്രസംഗമൊക്കെ നമ്മൾ യൂട്യൂബിലൊക്കെ ശ്രമിച്ചതാണ്. നല്ല ഒരു പ്രസംഗികയും പാട്ടും എല്ലാത്തിനും കഴിവുള്ള ഒരു പ്രസംഗപ്പെടും. വീട്ടിലെ കാര്യങ്ങളാണെങ്കിലും എപ്പോൾ അവിടെ ചെന്നാലും പുതിയ പുതിയ പലഹാരങ്ങൾ നമുക്ക് ഉണ്ടാക്കി തരുന്ന അത് വീട്ടിലെ കാര്യങ്ങളിലാണെങ്കിലും എല്ലാം കൃത്യമായി തൻ്റെ പ്രവൃത്തികളിൽ പങ്കാളികളാകുക. അച്ഛനോടൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള കഴിവ് അച്ഛനുണ്ട്. അച്ഛമ്മയെയും യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നല്ല മിടുക്കരായിട്ടുള്ള കുഞ്ഞുങ്ങൾ അവരുടെ പഠനകാര്യത്തിലാണെങ്കിലും എല്ലാ ആക്ടിവിറ്റീസിലും നല്ലപോലെ പങ്കെടുക്കുന്ന നല്ല കുഞ്ഞുങ്ങൾ അവരെ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് നമ്മുടെ കമ്മിറ്റി അംഗങ്ങൾ ഓരോരുത്തരും പേര് ഞാൻ പറയുന്നില്ല. കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കൂടാതെ ഓഡിയൻസ് ഇല്ലെങ്കിൽ നമുക്കൊരു യോഗം നടത്തുക എന്ന് പറയുന്ന പ്രയാസമാണ്. ഓഡിയൻസായിട്ട് ഈ പ്രതികൂല കാലഘട്ടത്തിലും ഓഡിയൻസായിട്ട് വന്നിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ സാങ്കേതിക മാധ്യമങ്ങളിലൂടെ ഈ സമ്മേളനം ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിലും ഇടവകയിലെ എല്ലാ അംഗങ്ങളും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരസ്യത്തിൽ പറയുന്ന പോലെ ഒരു ചേഞ്ച് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്. തീർച്ചയായിട്ടും ഇവിടുന്ന് സ്ഥലം മാറി പോകുന്ന അച്ഛനും അച്ഛനെയും
പുതിയ സ്ഥലത്തും ദൈവം ഇതിന് ഉപരിയായിട്ട് പ്രവർത്തിക്കാനായിട്ട് ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവരെയും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമത്തിന് മാത്രമുണ്ടായിട്ട് ഏറ്റവും സ്നേഹമുള്ള ജിജു അച്ഛൻ, മീനു കൊച്ചമ്മ, ഏബൽ, ഷാരൂൻ, സന്നദ്ധരായിരിക്കുന്ന ഇടവചനങ്ങളെ ഓൺലൈനിൽ കൂടിയും ഈ നമ്മളെ സ്വയത്തിന് എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. 4 വർഷത്തിന് ശേഷം അച്ഛൻ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ എല്ലാവർക്കും അതിനായിട്ട് പ്രയാസമുണ്ട്. എന്നാൽ നമ്മുടെ സഭയുടെ ക്രമീകരണം അനുസരിച്ച് 3 വർഷം കൂടി ഇരിക്കുമ്പോൾ അച്ഛന്മാരുടെ സ്ഥലം മാറ്റം സാധാരണയാണ്. പ്രത്യേക സാഹചര്യത്തിൽ 1 വർഷം കൂടി അച്ഛൻ്റെ ശുശ്രൂഷ നമുക്ക് ലഭിക്കാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ 4 വർഷം അച്ഛൻ്റെ കഴിവിൻ്റെ പരമാവധി അച്ഛൻ എല്ലാ പ്രവർത്തനവും നല്ല രീതിയിൽ ചെയ്യാൻ സാധിച്ചു. ആരാധന നടക്കാത്ത സമയത്ത് ഓൺലൈനിൽ കൂടി ഇവിടെ ഒന്നിച്ചു കേൾക്കാൻ അച്ഛന് സഹായിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. 4 വർഷക്കാലം അച്ഛന്മാരുടെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമായി തീർന്നു. ആരാധന നടക്കുന്ന സമയത്ത്, കൂട്ടായ്മ നടക്കുന്ന സമയത്തെല്ലാം അച്ഛൻ കൊച്ചന്മാർ ആരാധനയ്ക്കും കൂട്ടായ്മയ്ക്കും എല്ലാം വന്ന് സംബന്ധിക്കുമായിരുന്നു. പൂർണ്ണ തലത്തും ദൈവം അച്ഛനെയും മക്കളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ 2 മക്കളെയും ആ വിശ്വാസത്തിൽ നടത്താൻ എൻ്റെ മക്കൾ അച്ഛനും കൊച്ചമ്മയും ശ്രമിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അപ്രകാരം പൗലോസ് തീമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു. ആ വിശ്വാസം എൻ്റെ വല്യമ്മ ലോറിസിലും അമ്മ യൂണിക്കയിലും ഉണ്ടായിരുന്നു, നിന്നിലും ഉണ്ട് എന്ന് ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ തിരിച്ചിങ്ങനെ പറയട്ടെ, എൻ്റെ മക്കളുടെ വല്യമ്മ ജീവന്മാരിൽ നിന്നും അമ്മ മീനക്കൊച്ചമ്മയിൽ നിന്നും എൻ്റെ മക്കൾക്ക് ആ വിശ്വാസത്തിൽ നിലനിർത്താൻ സാധിക്കുന്നുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. പോകുന്ന സ്ഥലത്തും ദൈവത്തിൻ്റെ കൃപ മക്കളോട് കൂടെ ഇരിക്കട്ടെ. നമ്മുടെ ഭദ്രാസനത്തിൻ്റെ ഒരിടയിലാണ് പോകുന്നത്. ജീവിതയാത്രയിൽ ഈ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എല്ലാം മാറുന്ന അവസരത്തിൽ അതിനെ എവിടെയെങ്കിലും കാണാമെന്ന പ്രതീക്ഷയോടുകൂടി നമുക്ക് യാത്ര അയക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് പാട്ട് മിസ്സസ് ഡയാന. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ഭാരതിന്റെ കൂടാരത്തിനടുക്കയില്ല, ഭാരതിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ 2-ആയി പിരിഞ്ഞു മാറും. ചെങ്കടൽ പിളർന്നു വഴി തുറക്കും, യോർദാൻ 2-ആയി പിരിഞ്ഞു മാറും. യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. യെരിഹോ നിന്റെ മുൻപിൽ ഇടിഞ്ഞു വീഴും, യേശുവിൻ നാമത്തിൽ നീ ആർത്തിടുമ്പോൾ. ഇന്നു കണ്ട മിസ്രൈമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാധനിന്റെ കൂടാരത്തിനടുക്കയില്ല, ബാധനിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. രോഗങ്ങൾ നിന്നെ ക്ഷീണിപ്പിക്കില്ല, ശാപങ്ങൾ നിന്നെ
ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല, ആഭിചാരം യാക്കോബിന് ഫലിക്കയില്ല. ലക്ഷണങ്ങൾ ഇസ്രായേലിനേൽക്കയില്ല, ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാലനിന്റെ കൂടാരത്തിനടുക്കയില്ല, ബാലനിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. മലകൾ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകൾ തകർത്തു മാറ്റുമവൻ. മലകൾ മെതിച്ചു നുറുക്കുമവൻ, കുന്നുകൾ തകർത്തു മാറ്റുമവൻ. സൈന്യത്തിൻ നായകന് കൂടിയിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. സൈന്യത്തിൻ നായകന് കൂടിയിരിക്കുമ്പോൾ മനുഷ്യശക്തി നിന്നെ തൊടുകയില്ല. ഇന്നു കണ്ട മിസ്രയീമിനെ കാണുകയില്ല, ഇന്നു വന്ന കഷ്ടമിനി വരികയില്ല. ബാലനിന്റെ കൂടാരത്തിനടുക്കയില്ല, ബാലനിന്റെ കൂടാരത്തിനടുക്കയില്ല. നിന്റെ കാലുകളിടറുകില്ല, നിന്റെ കാലുകളിടറുകില്ല. താങ്ക് യു. ദൈവത്തിനെ സ്തോത്രം. ബഹുമാനപ്പെട്ട തിരിച്ച് യാത്രയ്ക്ക് ഏർപ്പെടുന്ന ഈ തോമസ് കൊച്ചുമാർ എന്നിവരെ സാന്നിധ്യരായിരിക്കുന്ന എല്ലാ ഇടവചനങ്ങളെയും നമ്മളെവിടെയാണ് ശ്രദ്ധിച്ചുകൊണ്ട് ഓൺലൈനിൽ കൂടി കണ്ടുപിടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഏവരെയും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. കഴിഞ്ഞ നാളുകളിൽ 105 യാത്രയ്ക്ക് നാളെ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതാ വഴി നിന്നെ കാക്കേണ്ടതിന്, ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാൻ ദൂതനെ നിനക്ക് മുമ്പായി അയക്കുന്നു. യഹോവ നിന്റെ ഗമനത്തെയും വാക്കുകൾ ചെയ്യുന്നതിലേക്കും പരിപാലിക്കും എന്നീ സത്യവചനങ്ങളാണ്. ബഹുമാനപ്പെട്ട യാത്രയാക്കുന്ന അച്ഛനെ ദൈവം കുടുംബത്തിനെയും അച്ഛനെയും കുടുംബത്തെയും നീ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ അനുമോദന വാക്കുകളിലേക്ക് ഞാൻ പ്രവേശിക്കുന്നു. കഴിഞ്ഞ 2017 മെയ് മാസം 1-ാം തീയതി അച്ഛൻ അമേരിക്കയിൽ നിന്ന് ആദ്യമായിട്ട് കേരളത്തിൽ പിടമോ റെവലേഷൻ മാധവമായ ഇടവിലേക്ക് വികാരിയായി നീങ്ങുന്നത്. കഴിഞ്ഞ വർഷം ട്രാൻസ്ഫർ വന്നുവെങ്കിൽ ദൈവം മുമ്പരാൻ 1 വർഷം കൂടി ഈ ഇടവകയിൽ തുടരുവാൻ അനുവദിച്ചു. അങ്ങനെ 4 വർഷക്കാലം ഈ ഇടവകയിലെ പ്രവർത്തനം വളരെ ഭംഗിയായി നിർവഹിക്കുവാൻ കുടുംബമായി അച്ഛൻ കഴിഞ്ഞു. അനേക പട്ടക്കാരൻ ഈ ഇടവകയിൽ വന്നുപോയി. അതിശോക്തിയോ പൗസ്തുതിയോ അല്ല, നാം ഓർക്കേണ്ടതായ ഒരു മഹാസാധ്യം വളരെ ആത്മാർത്ഥമായി 4 വർഷക്കാലം അച്ഛൻ ഈ ഇടവകയിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. അതിൻ്റെതായ എല്ലാ പുരോഗമനവും ആത്മീയമായും ഭൗതികമായി ഇടതുണ്ട്. ചിന്തിച്ച് നമ്മളതിനെ കിടക്കെടുത്ത് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അത് കാണുവാനായിട്ട് കഴിയും. നല്ല ഉൾക്കൊള്ളുന്നുണ്ട്. നല്ല ചിന്തിച്ച് കാണുവാനായിട്ട് കഴിയുമ്പോൾ നല്ല പ്രവർത്തനം നമുക്ക് കൊണ്ടുവരാം. ബഹുമാനപ്പെട്ട അച്ഛൻ്റെ നിശ്ചയമായ സേവനം ഈ ഇടയ്ക്ക് വാസ്തവമായി 4 വർഷം അനുഗ്രഹമാണ്. ഞാൻ എനിക്കൊരു ഭാഗ്യം കഴിച്ചു. പല പട്ടക്കാരുടെയും കൂടെ അൽമാശിയുടെ അടിയടത്തെ സേവിച്ചിട്ടുണ്ട്. 4 വർഷക്കാലം എല്ലാവരുമായിട്ട് ഒരു അൽമാശിഷ്ട സേവിച്ചിട്ട് ലഭിച്ചത് ഞാൻ മഹാഭാഗ്യമായിട്ട് കാണുന്നു. കാരണം എനിക്കറിയാത്ത പല കാര്യങ്ങളും എനിക്ക് പുള്ളിയിൽ നിന്ന് അച്ഛന് പഠിക്കുവാനും മനസ്സിലാക്കുവാനും തിരുത്തുവാനും കഴിയുന്നതാണ് ഏറ്റവും വലിയ നേട്ടം. നമ്മൾ കേൾക്കുന്നതും കാണുന്നതും ചെയ്തതായ അബദ്ധങ്ങളും ഒക്കെ കണ്ട് അതിൽ തിരുത്തി ജീവിക്കുമ്പോഴാണ് ക്രിസ്ത്യത്തിന്റെ മഹിമത്വം എന്താണെന്ന് മനസ്സിലാക്കുക. ആ ഇരിക്കുന്നവർക്ക് മാത്രം ഇരിക്കുവാനുള്ളവരല്ല ഒരു ക്രിസ്ത്യാനി. അവരെഴുതേൽക്കാനാണ്, പുറത്ത് എഴുതേൽപ്പെട്ടവരാണ്.
അവർ തിരുത്തേണ്ട സാധനം തിരുത്തേണ്ടത് തെറ്റ് മനുഷ്യ ജീവിതത്തിൽ സഹജമാണ്. ചില നല്ല പ്രവർത്തനം എന്നിലാണ് ഞാൻ കഴിഞ്ഞ 4 വർഷക്കാട് പ്രത്യേകിച്ച് കൊച്ചമ്മ എല്ലാ ആരാധനയിലും സാധാരണ ആരെയും കൊച്ചതയുണ്ട് പാർട്ടി നേതൃത്വം വഹിക്കി ആത്മാശിക്കുന്ന സ്ഥാനത്ത് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച പാർട്ടി എനിക്കൊരു പാട്ടൊന്നും അറിയില്ല. അപ്പോൾ പാട്ടൊന്നും അറിയാൻ വയ്യാത്ത ഒരു പാവപ്പെട്ട ഒരു പാട്ട് പാടി കൊടുക്കുമ്പോൾ അവരത് സന്തോഷമല്ലേ. അതുപോലെ നല്ല നേതൃത്വം കൊച്ചമ്മയും അച്ഛനും മക്കളും 4 വർഷക്കാല പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് നമ്മുടെ പള്ളിയുടെ പരിസരത്തും മതിൽ ആ മതിൽ അതുപോലെ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഈ ശവക്കോട്ട കാട് പിടിച്ച് വളരെയേറെ മോശമായ ശവക്കോട്ട ഒരു ചെറിയ പാണ്ടൊക്കെ ഉള്ളിപ്പിടിച്ച് അതിന് ചെന്ന് കണ്ടാൽ ഉള്ളിൽ ഉൽപ്പാദിക്കും അതൊക്കെ അച്ഛന് വളരെ ആത്മാർത്ഥമായ സേവനം ഉണ്ട്. അടുത്തതായിട്ട് പറയുവാനുണ്ട് ഏത് ആവശ്യത്തിനും രാത്രിയിൽ അച്ഛനെ വിളിച്ചാൽ ആ നിമിഷത്തിൽ അവിടെ എത്തിച്ചു. ഒരു കാര്യവും സമയം തെറ്റി പറയുകയില്ല. കൃത്യടൈമില്ല കൃത്യടൈം തന്നെ അതാണ് ഏറ്റവും വലിയ സന്തോഷം. കൃത്യടൈം മാറി ആരും സന്ദേശം കിടക്കില്ല. ചിലരാണെങ്കിൽ 1 മണിക്ക് വരാൻ പറഞ്ഞാൽ 2 മണിക്കാണ്. അപ്പോൾ 1 മണിക്കൂർ അവരുടെയും പോയിട്ടെല്ലാം പോയി. അങ്ങനെ കൃത്യസംബന്ധം വളരെ ഭംഗിയായി 4 വർഷക്കാലം ഈ അച്ഛനെ ഇടപെടി പ്രവർത്തിച്ചത് വളരെ സത്യമായ സത്യമാണ്. ഇതിനൊക്കെ ഒരു സത്യത്തിലേക്ക് ഇടപെടാൻ നമ്മൾ എന്തൊക്കെ പ്രതിഫലം കൊടുത്താലും നമുക്ക് ചില സേവനം ആപത്തിലും പ്രയാസത്തിലും കഷ്ടത്തിലും മരണവീട്ടിലും രോഗത്തിലുമെല്ലാം ആദ്യം ഓടിച്ചു ചിന്തക്കടത്തിൽ പ്രാർത്ഥിക്കും, വേണ്ട നിർദ്ദേശം കൊടുക്കും. അതുപോലെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ഭവനത്തിലും ചെയ്യും. കുഞ്ഞുങ്ങളെ ഈ ദേവാലയത്തിൽ നല്ല നിലയിൽ വളർത്തുവാനായിട്ട് വളരെയധികം അസാധ്യ പരിശ്രമം ചെയ്തിട്ടുമുണ്ട്. എല്ലാ മേഖലയും യുവജനത്തിൽ സൺഡേ സ്കൂൾ ഇടവക വിഷയം അതുപോലെ പ്രാർത്ഥന കൂട്ടങ്ങൾ എല്ലാം പ്രാർത്ഥന കൊടുക്കുന്നുണ്ട്. ഒരു പ്രാർത്ഥന കൂടുതലും മുടങ്ങില്ല. അഥവാ ഒരു മിനിറ്റ് താമസിക്കുകയോ വരാൻ ഒക്കത്തില്ലയോ പ്രത്യേകിച്ച് വിളിച്ചു പറയും ഇതുപോലെ ഇരിക്കുന്ന കാര്യം എന്ന്. അതുപോലെ സത്യമാണ്. അങ്ങനെയുള്ള നല്ല നല്ല കാഴ്ചകൾ നല്ല നല്ല മൂല്യങ്ങൾ ഏതെങ്കിലും ചെറുപ്പക്കാർ ഉൾക്കൊള്ളാൻ കഴിയുന്നവർക്കൊക്കെ നൽകിയിട്ടുണ്ട്. അതൊരിക്കലും അതിന് മറക്കാൻ സാധ്യമല്ല. ഞാനെൻ്റെ ഈ ഇടവകയെ പ്രതിനിധിച്ച് പറയുമ്പോൾ എല്ലാം പറയുന്നതിലും സാമ്പത്തിക മേഖലയിൽ ഏറ്റവും മെച്ചം ഇതാണ്. അനേക വർഷം കടന്നുപോയി സാമ്പത്തിക മോശമൊക്കെ പറഞ്ഞില്ല. അതിലൊക്കെ ഉപരിയായ സാമ്പത്തിക നേട്ടമുണ്ടാക്കുവാനും ഡിപ്പോസിറ്റ് അല്ലെങ്കിൽ നമ്മുടെ നീക്കിബാക്കി വർദ്ധിപ്പിക്കാൻ കഴിയും. സത്യമാണ്. കഴിഞ്ഞ കാലങ്ങളൊക്കെ കണക്ക് പരിശോധിച്ചാൽ ഏതാണ്ട് 3 ലക്ഷം രൂപയോളം ഇടയിൽ ലാഭത്തിൽ വാങ്ങിക്കരുത്. ഒരു ഇത്തരം വാങ്ങിക്കരുത്. അതിനച്ഛൻ നേട്ടം തന്നെ. അതിനച്ഛൻ ആ വാൽപ്പാത്രം കൊടുത്തു വളരെ ഭംഗിയായിട്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടം 4 വർഷം അച്ഛനോട് കൂടെ പ്രാർത്ഥിക്കുവാനും എൻ്റെ കൂട്ടായ്മയ്ക്ക് വരുവാനും ശിശുവൊക്കെ കൈക്കൊള്ളുവാനും ഒക്കെ എനിക്കില്ല. വാക്യങ്ങൾ മഹാവാക്യമായിട്ടാണ്. ഞാൻ അധികമൊന്നും അങ്ങനെയൊന്നും അവരോടൊന്നും ഇല്ലെങ്കിൽ തന്നെ ബഹുമാനിച്ച് എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു. ഇടവേൽ വന്നു ദൈവമായ കർത്താവേ, ഞങ്ങളുടെ ഇടവേലേക്ക് വന്നിരിക്കുന്ന അച്ഛൻ ഇവിടുത്തെ സ്ഥലം മാറി പോകുമ്പോൾ ഞങ്ങളിൽ നിന്നും ഇടവകളിൽ നിന്നും ഒരു ദുഃഖത്തിന് കാരണമുണ്ടാക്കാൻ ദൈവമേ ഞങ്ങളെ കാത്തുകൊണ്ടേ എന്ന് എനിക്ക് ആത്മാർത്ഥമായ ഒരു പ്രാർത്ഥന. എൻ്റെ ദൈവേറെ പോലെ അത് ബോധം. ഇന്ന് നമ്മൾ കൊറോണയുടെ ഭീതി കൊണ്ട് ഇത്രയും പേര് പറയാൻ ഒരുപാട് പേര് പറയാൻ ആഗ്രഹിച്ചു. പലരും എന്നോട് ചോദിച്ചു പരിമിതിക്കുണ്ടോ നമ്മൾ എനിക്കതിനെക്കുറിച്ചും അറിയത്തില്ല. ഒത്തിരി പേർക്കൊന്നും ഒക്കെ തിരുവൊക്കെയാണ് കേൾക്കുന്നത്. എന്താണ് ഞാൻ പോകുന്നത്? എനിക്കതിനെ പറഞ്ഞത് സ്ഥിരീകരിച്ചേഷൻ മോശമാണ്. എത്ര പേർക്ക് ഇരിക്കാം, എങ്ങനെയാകാം, ഏത് സമയം പോലീസ് വരാം, ഏത് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ട് നമുക്കത് പറയാനുള്ളൂ. അതുകൊണ്ട് എന്നാലും ഇത്രയും പേർ കടന്നു വന്നു. എൻ്റെ ബഹുമാനപ്പെട്ട അച്ഛനെ കുറച്ചുകൂടെ യാത്ര വിജയിച്ചതോടെ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതുകൂടാതെ എനിക്കൊരു അനുഭവം പറയാം. 1974 അടൂർ കൊട്ടാരക്കര ഭദ്രാസനത്തിൻ്റെ ആഭിമുഖ്യത്തിൽ പുരുഷന്മാർക്ക് ADN എന്ന് പറഞ്ഞ 2 കൂട്ടായ്മകളുണ്ട്. ഈ കൂട്ടായ്മകൾ 24 ജനുവരി മാസത്തിൽ ഈ കൂട്ടായ്മ കുട്ടമൂരി പള്ളിയിൽ വെച്ചാണ് മൊത്തം നടത്തുന്നത്. നല്ല അച്ഛന്മാരും ദൈവദാസന്മാരായ ഉപദേശിമാർ ഏകദേശം 100 പേരോളം ഈ പള്ളി കൂടിയുണ്ട്. അതേ പള്ളിയെ കുറിച്ച് പറയാം. ഇത്രയും പേരില്ല, എന്നാലും 10 പേര് 100 പേര് ആ സമയത്ത് ഊടിന് ശേഷം ഊട് ഒരിക്കലും എൻ്റെ വീട്ടില്ല പാലത്തിലാണ്. അവിടെ ഊടെല്ലാം കഴിഞ്ഞ് കുറച്ച് പേരൊക്കെ പോയി. അത് 10-30 പേര് അച്ഛന്മാരും அப்படிங்கிறது 3 മണി ആയപ്പോഴും ഞങ്ങളുടെ വീട്ടിലെ തെക്കേ മുറിയിൽ അവരെല്ലാവരും കൂടെ ഇങ്ങനെ കൈയോട് കൈ
ചുറ്റും നിന്ന് എല്ലാവരും കൈയോട് കൈ കോർത്ത് പിടിച്ചിട്ട് ഒരു പാട്ടാണ്. ആ പാട്ട് എന്നെ വളരെയധികം അന്ന് സാധിക്കാൻ ഇവിടെ സാധ്യതമാണ്. അപ്പോൾ എന്താ പാട്ടെന്നറിയോ? മഴനേക്കാൾ മഴയാത്ത മകൻ പിരിയാബന്ധമാനിലും യുഗകാലം വരെയും പിരിയാബന്ധമാനിലും 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 യുഗകാലം വരെയും മകൻ സ്നേഹം പരലോകപിതാഭൂത മകനെ മരിപ്പണിത കുരിശിൽ കൈവെടിഞ്ഞു മകനെ മരിപ്പതിത ക്രൂശിൽ കൈവെടിഞ്ഞു. എന്താ ഞാനിപ്പോൾ ഈ സന്ദർഭത്തിൽ പാടി ചോദിച്ച കഴിഞ്ഞ 4 വർഷക്കാലം ഈ നിലയിലുള്ള എല്ലാ കുടുംബ വ്യക്തികൾക്കും ആത്മീയമായിട്ടുള്ള ഒരു ഉൾക്കാഴ്ച അച്ഛൻ ഒരിക്കലും പിരിയാത്ത ബന്ധത്തിന്റെ അടിസ്ഥാനം ഒരിക്കലും മറക്കാൻ പാടില്ല. നല്ല അഭിവൃദ്ധി ഇതാണ്. അതാ ദൈവമക്കൾ അവരുടെ ശുശ്രൂഷ കൂടുമ്പോൾ അവർ തലമാറി അങ്ങോട്ടൊട്ട് നമ്മൾ പോയാലും ദൈവസന്നിധിയിൽ എന്നേക്കുമായ പിരിയാത്തൊരു ബന്ധമാണ് അച്ഛനിക്ക് സാധിക്കുന്നത്. അത് പറയാൻ ഞാൻ അത്രയും പറഞ്ഞത് ആത്മാർത്ഥമായി അച്ഛൻ ചെയ്ത എല്ലാ സംഘടനകളും 1000 നന്ദി പക്ഷം കുഞ്ഞിട്ടും നേരിടുന്ന മാത്രമല്ല എല്ലാവിധമായ അനുഗ്രഹങ്ങളും പുതിയ വേലസ്ഥലത്തേക്ക് കടന്നു പോകുമ്പോൾ ദൈവമേ നീ നൽകണമേ, നീ ഞങ്ങൾ കുടുംബങ്ങൾ ഇടവകയായി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. വിഷമിക്കേണ്ട ഫോക്കസിലെ ദൈവം ഭയപ്പെടേണ്ട സർവശക്തിയുടെ ദൈവമാകുന്നു എന്ന് നമുക്ക് വാക്കത്തുണ്ടെങ്കിൽ ആ വാക്കത്തൊക്കെ പറഞ്ഞു നീ ഭയപ്പെടേണ്ട, ഞാൻ മുന്നോട്ട് പോകുന്നത് നീ പ്രമിച്ച് നോക്കുന്ന ദൈവമാണ്. ഞാൻ നിന്നെ സഹായിക്കും, ശക്തീകരിക്കും. എന്റെ നീതിയുള്ള വലങ്കരവും ഞാൻ നിന്നെയാണ്. പിതാക്കന്മാരുടെയും മാർത്തോമ സഭയിലെ അനുഗ്രഹിക്കപ്പെട്ട വട്ടക്കാരനായി ദൈവമേ ഉയർത്തണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും. ഇടപോലെ മാർത്തോമ ഇടവഴിയിലുള്ള എല്ലാ കുടുംബങ്ങളുടെയും വ്യക്തികളുടെയും എൻ്റെ കുടുംബത്തിൻ്റെയും പേരുള്ള അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും ഞാൻ അച്ഛനെ കുടുംബത്തിൽ എടുത്തുകയാണ്. വഴിയിൽ ദൈവസ്നേഹം നമ്മളെ പാലിക്കുന്നു. നമ്മുടെ നേരെ പ്രാർത്ഥന അതുകൊണ്ട് അച്ഛനൊരു കാര്യം ചെയ്യണം. ഞങ്ങൾ നിന്നോട് ദേശത്ത് പോയാലും നല്ല ഫോണുകളുണ്ട്. വല്ലപ്പോഴും പാവപ്പെട്ട ഞങ്ങളെ വിളിച്ച് കാര്യങ്ങൾ തിരക്കി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ എന്ന് ഞാൻ അപേക്ഷിക്കുകയും കഴിയുന്നോ അച്ഛനോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ കാലം തലമുറകൾ ഒരിക്കലും അച്ഛന്മാർക്കാൻ സംഭാവന എൻ്റെ അച്ഛനും അച്ഛനും ദൈവം നിങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു പ്രാവശ്യം കൂടെ ഇവിടെ ഓരോ ദിവസം വാസ്തവമായിട്ട് കാലത്തിൽ എല്ലാവരുടെ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞാനൊരു വാർത്ത സംബന്ധിക്കുന്നു. ദൈവം നമ്മളെല്ലാവരും അനുഗ്രഹിക്കുന്നതാണ്. സ്തോത്രം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ബഹുമാനപ്പെട്ട വിജയൻ പച്ചമ്മ കുഞ്ഞുങ്ങളെ വിടോജനങ്ങളെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ അയക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. നമ്മളിവിടെ അച്ഛൻ്റെ യാത്രയുടെ സംബന്ധമായിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് സേവ്യ സംഘത്തെ അംഗീകരിച്ചാണ്. അപ്പോൾ ഈ യാത്രയിൽ എല്ലാവർക്കും വളരെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്.
പക്ഷേ നമ്മുടെ സഭയുടെ 3 വർഷം അല്ല 4 വർഷം കൂടുമ്പോൾ അച്ഛനെ മറ്റ് സഭകൾക്കും മറ്റ് ഇടമകൾക്കും അച്ഛൻ്റെ ശുശ്രൂഷ ലഭ്യമാകുന്നതിന് വേണ്ടി ഓരോരുത്തരിലേക്ക് എപ്പോഴും നടന്നിരിക്കും. അതുകൊണ്ട് അത് ഏറ്റവും സഭയെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമായ ഒരു കാര്യമാണ്. അപ്പോൾ ഇവിടെയുള്ള സേവ്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛനെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നേതൃത്വം, ധന്യമായ ഒരു നേതൃത്വം ഞങ്ങൾക്ക് തന്നു. അത് വളരെയധികം സന്തോഷത്തോടുകൂടി ഞങ്ങൾക്ക് അനുഭവിക്കാൻ, അത് ഭാഗമാക്കുവാൻ ഇടയായിരിക്കുന്നു. പിന്നെ അതിലെ വചന ശുശ്രൂഷകൾ മാത്രമല്ല, വചന ശുശ്രൂഷകളും പ്രാർത്ഥന മാത്രമല്ല, ബൈബിൾ പഠനം, ക്വിസ് കോമ്പറ്റീഷൻ, അതേപോലെ തന്നെ പാചക ക്ലാസ്സുകൾ, ഇവയൊക്കെ അച്ഛൻ്റെ പ്രവർത്തനത്തില് അച്ഛൻ്റെ നേതൃത്വത്തില് ഞങ്ങൾക്ക് ലഭിക്കുവാനിടയായി. ഈ ബൈബിൾ ക്ലാസ് എന്ന് പറഞ്ഞാൽ അച്ഛന് ഓരോ അധ്യായങ്ങൾ പഠിപ്പിക്കുകയും പിന്നെ അതിനുശേഷം സേവാസംഘ അംഗങ്ങളോട് 2-3 അധ്യായങ്ങൾ പഠിച്ചുകൊണ്ട് വരാൻ പറയുകയും അടുത്ത ആഴ്ച വരുമ്പോൾ അതിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് ഉത്തരവ് പഠിക്കുകയും അപ്പോൾ നിങ്ങൾക്ക് പഠിക്കുവാൻ വേണ്ടി ബൈബിൾ ഒന്നുകൂടി വിശദമായി പഠിക്കുവാൻ, ബൈബിളിന്റെ വചനത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ തക്കവണ്ണം ഏറ്റവും സഹായകരമായി തീർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വാചക ക്ലാസ്സുകളൊക്കെ ഓരോ ആഴ്ചയില് അറിയാവുന്ന വാചക ക്ലാസ്സുകൾ നടത്തുകയും അങ്ങനെ സേവ്യ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അച്ഛന്റെ നേതൃത്വം വളരെ അനുഗ്രഹപൂർണ്ണമായിരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഈ മഹാമാരിയുടെ കാലങ്ങളില് കോവിഡിന്റെ അവസ്ഥയില് അച്ഛന് എനിക്ക് തോന്നുന്നു അവന് പള്ളിയിലൊന്നും വരാൻ കഴിയാത്ത ഈ സാഹചര്യത്തില് അച്ഛന്റെ ഇടവകയിലെ ജനങ്ങളെ പറ്റി ഭയങ്കര നോവ് അല്ലെങ്കിൽ ഒരു പ്രയാസം വളരെയധികം ഉണ്ടായിരുന്നെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അച്ഛന് സൂം മീറ്റിങ്ങിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ആഴ്ചയിൽ 3 ദിവസം ഞായറാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയൊക്കെ മീറ്റിങ്ങുകൾ ക്രമീകരിക്കുകയും അതിന്റെ ലിങ്കുകളൊക്കെ ആണെങ്കിൽ ഒരു പ്രാവശ്യം തലേ ദിവസവും പിന്നെ ഒന്നുകൂടെ ഇടും, പിന്നെ കടക്കാലം ഒന്നുകൂടെ ഇടും, എല്ലാവരും എപ്പോഴും ഓർമ്മിപ്പിച്ചുകൊണ്ട് അപ്പൊ എല്ലാവരും ഇങ്ങനെ പങ്കെടുക്കണം, എല്ലാവരും ആത്മീയമായും കൂടുതൽ വളർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അച്ഛനെ വളരെയധികം പ്രവർത്തിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഈ കാലയളവില് ഏത് ആവശ്യമുണ്ടെങ്കിലും പിന്നെ അതുപോലെ തന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പിലുള്ള മെസ്സേജുകൾ, അച്ഛന്റെ മെസ്സേജുകൾ ഇല്ലാത്ത ദിവസവും 3-4 മെസ്സേജുകളൊക്കെ കാണും. കാരണം പറഞ്ഞാൽ ഇടവേള കാര്യങ്ങള്, അതുപോലെ തന്നെ സഭാസംബന്ധമായ കാര്യങ്ങള് എന്തെങ്കിലും ധ്യാനങ്ങള്, പ്രോഗ്രാമുകള്, ലിങ്കുകള്, പിന്നെ നമ്മുടെ ലോകത്തെ പാടുന്നത് ഇന്ന് വേണ്ട. പിന്നെ ഈ കോവിഡിന്റെ കാലയളവില് നമുക്ക് ഉത്തേജനം നൽകുന്ന നമ്മളെ ഭയപ്പാടുകളായി ഇരിക്കുമ്പോൾ നമ്മളൊക്കെ കൂടുതൽ ധൈര്യം തോന്നുന്നതായ നല്ല മെസ്സേജുകളൊക്കെ അച്ഛൻ ഇടാറുണ്ട്. ആ മെസ്സേജുകളൊക്കെ വായിക്കുമ്പോഴേ നമുക്ക് ഒരു സമാധാനം ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുപോലെ തന്നെ വചന ശുശ്രൂഷകളൊക്കെ ഏറ്റവും അനുഗ്രഹമായിരുന്നു. കാരണം നമ്മുടെ വിഷയങ്ങളുമായി പ്രയാസപ്പെട്ട് ആയിരിക്കും ചിലപ്പോൾ വരുന്നത്, അല്ലെങ്കിൽ എല്ലാവർക്കും ഉണ്ടാകുന്ന വിഷയങ്ങളൊക്കെ. അപ്പോൾ ഈ വചനം കേൾക്കുമ്പോഴേ നമ്മുടെ ഒരു ആശ്വാസം, വചനത്തിലൂടെ നമുക്ക് ഒരു ആശ്വാസം ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഏറ്റവും അനുഗ്രഹപ്രദമായ ഒരു ശുശ്രൂഷയായിരുന്നു. അച്ഛനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എല്ലാ സേവ്യാസനത്തിന്റെ എല്ലാ മീറ്റിങ്ങുകളിലും സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഒന്നുപോലും വരാതിരിക്കുകയും മുടങ്ങാതെ എല്ലാ മീറ്റിങ്ങുകളിലും വരികയും പാട്ടുകൾ പാടുന്നതിന് നേതൃത്വം നൽകുകയും അതേപോലെ തന്നെ ക്രിസ്മസ് കരോടെ പാട്ടുപിടിപ്പിക്കുന്നതിന് എല്ലാത്തിനും അച്ഛനോടെ സജീവ സാന്നിധ്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ലൈവ് കാണുകളില് യൂട്യൂബിലൂടെ അച്ഛനോടെ ഡിവോഷണൽ ഗാനങ്ങളൊക്കെ നമുക്ക് കേൾക്കാനിടയായി. വളരെ ചിട്ടയോടും അച്ചടക്കത്തോടും വളരെ സ്നേഹത്തോടും കൂടി എപ്പോഴും നമ്മളെ പ്രവർത്തിച്ചുകൊണ്ടായിരുന്നു. അതുപോലെ കുഞ്ഞുങ്ങളാണെങ്കിൽ തന്നെ അവരെ മധുവായി അസിസ്റ്റ് ചെയ്യുന്നതിനും അഴയാണെങ്കിൽ പിന്നെ സോഫ്റ്റ്വെയർ എടുക്കുന്നതിനും കുടുംബമായിട്ട് അവര് വളരെയധികം കുടുംബമായി ഈ ഇടവകയുടെ ജനങ്ങളെ ആത്മീയമായ ചൈതന്യത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വളരെയധികം പ്രവർത്തിച്ചു. ഒത്തൊരുമിച്ച് അവരെ കൊച്ചമ്മയാണെങ്കിൽ അച്ഛനെ സഹായിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും കൂടെ ഇരുന്നു എന്ന് പറയാതിരിക്കാൻ പറ്റുകയില്ല. ഏറ്റവും സീരിയസിനെ സംബന്ധിച്ചിടത്തോളം ഇടവകയെ സംബന്ധിച്ചിടത്തോളം
ഈ ജനങ്ങളെ ആത്മീയമായി കൂടുതൽ ദൈവത്തിലേക്ക് പഠിപ്പിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി വളരെയധികം പ്രയത്നിച്ചു എന്ന് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അതിനെ വാട്സപ്പിലൂടെ അച്ഛനെ പോയി കഴിഞ്ഞാൽ മെസ്സേജ് കാണത്തില്ലല്ലോ എന്ന് ഒരു സങ്കടമുണ്ട്. കാരണം എപ്പോഴും അച്ഛൻ്റെ മെസ്സേജ് ഒരു ദിവസം 3-4 മെസ്സേജ് അല്ല എപ്പോഴും കാണുന്നതാണ്. അത് നമുക്ക് ഏറ്റവും അനുഗ്രഹപ്രദമായ കാര്യങ്ങൾ ഈ കോവിഡിന്റെ കാലങ്ങളിൽ തന്നെ പ്രയാസത്തിലും വിഷമത്തിലും ഒക്കെ ഇരിക്കുമ്പോൾ ധൈര്യം പകർന്നതായ അനേകം മെസ്സേജുകൾ മൂലം നമ്മൾക്ക് ധൈര്യം പകർന്ന് വളരെയധികം ആത്മീയ ചൈതന്യത്തിലേക്ക് നയിച്ചതായ അച്ഛനെ ഈ സേവ്യാസംഘത്തില് ഒരു വികാരി എന്നതിലുപരിയായിട്ട് ഒരു കുടുംബാംഗത്തെ പോലെ തന്നെ ഞങ്ങളോട് വേണ്ട നേതൃത്വവും സ്നേഹവും പകർന്നുന്ന അച്ഛനോടും അച്ഛമ്മയോടും കുഞ്ഞുങ്ങളോടുള്ള നന്ദിയും സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. പൂർണ്ണയിടയിലും രക്തശ്രേഷ്ഠമായ ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം അച്ഛനെയും അച്ഛനെയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സേവ്യാസംഘത്തിന്റെ പേരുടെ എല്ലാ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു. ബഹുമാനപ്പെട്ട തമ്പിച്ചായൻ, അച്ഛൻ, ബിജുവച്ചൻ, കൊച്ചമ്മ, കുഞ്ഞുങ്ങൾ 2 പേര്, ക്രൈസ്തവ സമിതി അംഗങ്ങളെ വന്നുകൂടിയിരിക്കുന്ന ഏവരുമേ, ഓൺലൈൻ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന ഏവരുമേ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുന്നു. ഞാൻ ഇന്ന് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ കഴിഞ്ഞ 4 വർഷക്കാലം നമ്മളോടൊപ്പമായിരുന്ന ബഹുമാനപ്പെട്ട അച്ഛൻ മാവേലിക്കര സെൻറ്റ് പോൾസ് ഇടവകയിലേക്ക് സ്ഥലമാറ്റമായി പോവുകയാണ്. ആ യാത്രയിൽ പൗദ്യോഗികമായി നൽകുന്നതിനാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്ന ഇടോ മിഷനെ പ്രതിനിധാനം ചെയ്താണ് ഞാനിവിടെ നിൽക്കുന്നത്.
അച്ഛൻ്റെ 4 വർഷത്തെ സേവനത്തെ പറ്റി പറഞ്ഞാൽ ഇടവ മിഷനെ ഏറ്റവും നല്ല രീതിയിൽ അച്ഛൻ നല്ല നേതൃത്വം നൽകി, നല്ല ഒരു കൂട്ടായ്മ നടത്തുവാൻ അച്ഛൻ ഞങ്ങളെ സഹായിച്ചു. എല്ലാവരും അതിൻ്റെ നന്മ ഏറ്റെടുത്തോ എന്ന് എനിക്കറിയില്ല. എന്നാലും എബനേസർ ഇടവകയിൽ അച്ഛൻ നിന്ന് 3 വർഷക്കാലം തന്നാലാവോളം ഏറ്റവും അധ്വാനിച്ചു നമുക്ക് വേണ്ടി നല്ലൊരു ഇടവ മിഷൻ കൂട്ടായ്മ നടത്തുവാൻ അച്ഛന് സാധിച്ചു. അത് 4-ാം വർഷം കൊറോണയായിപ്പോയി. എന്നാലും അച്ഛൻ കഴിയുന്ന സൂം മീറ്റിംഗ് നടത്തിയും എല്ലാം അത് ക്രമീകരിക്കാൻ തന്നാലാവോളം പ്രയത്നിച്ചു. അച്ഛൻ്റെ കാര്യം പറയുമ്പോൾ കൊച്ചമ്മയുടെ കാര്യം ഇവിടെ പലരും പറഞ്ഞു, അത് ഒന്നുകൂടി എടുത്തു പറയാതിരിക്കാനും നിർത്തിയില്ല. കൊച്ചമ്മ ഇവിടെ വീടുകളിലാണെങ്കിലും പള്ളിയിൽ ഈ ഇടവ മിഷൻ കൂട്ടായ്മ നടത്തുന്ന സമയത്ത് ഒന്നിയിലിവിടെ മോൻ വന്ന് പള്ളി തുറന്നിടും, അല്ലെങ്കിൽ കൊച്ചമ്മ വരും. രണ്ടുപേരും ആരെങ്കിലും ഒരാളൂടെ വരുമ്പോൾ ഗേറ്റ് ഇട്ടതിന് ശേഷം ഒന്നുകൂടെ വലിയൊരു ജോലിയും കൂടെ കിട്ടി. ഞാൻ നോക്കുമ്പോൾ കാറ് കയറി വരാനുള്ള ഗേറ്റും തുറന്നിരിക്കും, മറ്റേ ഗേറ്റും തുറന്നിരിക്കും. കുഞ്ഞുങ്ങൾ രണ്ടുപേരും കൊച്ചമ്മയും അച്ഛനോടത്തോളം ചേർന്ന് നിന്ന് പ്രവർത്തിച്ചു. അവരുടെ പ്രവർത്തനത്തെ നമ്മൾ മാനിക്കാതിരിക്കാൻ ഒക്കുകയല്ല. തീർച്ചയായും നല്ലവനും വിശ്വസ്തനുമായ ദാസനെ നീ അല്പത്തിൽ വിശ്വസ്തനായും നിന്നെ അധികത്തിന് വിചാരകനാകും എന്ന തമ്പുരാന്റെ അവചനം കുഞ്ഞുങ്ങൾ നിവർത്തിയായിത്തീരുമെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. കൊച്ചുമോനെ പറ്റിയും പറയാതിരിക്കാൻ ഒക്കുകയല്ല. കൊച്ചുമോൻ വരുമ്പോൾ തീരെ കുഞ്ഞൊരു മോനായിരുന്നു. നമ്മുടെ സാമൂഹ്യയുടെ മോനും കൊച്ചുമോനും കൂടെ ഇടവ മിഷന്റെ പ്രാർത്ഥനയ്ക്ക് വരുമ്പോൾ സ്തോത്രാഴ്ച സഞ്ചിയെടുക്കാൻ സ്തോത്രാഴ്ച വാങ്ങിക്കാൻ രണ്ടുപേരും തമ്മിൽ ഓടി നടന്ന് അത് വാങ്ങിക്കുമായിരുന്നു. അത് നമ്മൾക്കതൊരു നിസ്സാര കാര്യമാണെങ്കിലും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ അതവർക്കൊരു പ്രചോദനമാണ്. അതുപോലെ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ വളർത്തുന്നു. കൊച്ചമ്മ വളരെ കൈത്താമലായിട്ട് എല്ലാ സംഘടനകളിലും ഒന്നൊഴിയ എല്ലാ സംഘടനകൾക്കും വളരെ സൈലന്റായിട്ട് നിന്നുകൊണ്ട് ദൈവത്തിന്റെ വലിയൊരു സേവനമാണ് കൊച്ചമ്മ അച്ഛനോടൊപ്പം ചെയ്തത്. അത് ഈ ഇടവകയിലല്ല, പോകുന്നിടത്തെല്ലാം നേരത്തെ ഉണ്ടായിരുന്നിടത്തും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ ഇടവ മിഷനെ സംബന്ധിച്ചല്ലെങ്കിലും ഒരു കാര്യം പ്രത്യേകം എടുത്ത് പറയണം. ഞങ്ങളുടെ ഇടവകയിൽ മധുവായി കയറിലേക്ക് അച്ഛൻ പ്രവർത്തിച്ച് കുഞ്ഞുങ്ങളാണെങ്കിലും അവര് പ്രായമായി വരുന്നതേ ഉള്ളൂ. എന്നാലും അച്ഛൻ കുറച്ചുപേരെ ട്രെയിൻ ചെയ്ത് അച്ഛൻ്റെ ഈ 4 വർഷത്തിന് അച്ഛൻ എടുത്തത് ഇടവകയ്ക്ക് വലിയൊരു സംഭാവനയാണ്. കുറച്ച് നാളായിട്ട് ആൺകുട്ടികളൊക്കെ ജോലിക്ക് അവിടെയൊക്കെ പോയതുകൊണ്ട് ഇടവകയിൽ അങ്ങനെ അമ്മായിനോട് സഹായിക്കാനായിട്ട് ആളില്ലാതിൻ്റെ ഒരു അവസ്ഥയായിരുന്നു ഇടവകയ്ക്കുണ്ടായിരുന്നത്. അച്ഛൻ ചെയ്തത് വളരെ ഒരു നന്മ പ്രവൃത്തിയാണ്. ഇതൊന്നും ഞങ്ങൾക്ക് മറക്കാൻ ഒക്കുകയല്ല. അച്ഛൻ തന്നെ രാമോളം ചെയ്തു. ഇനി പോകുന്ന സ്ഥലത്തും അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും ഇതെല്ലാം നന്മകളും ആശംസിക്കുന്നു. കൂടുതൽ ഇതിലും ഉപരിയായിട്ട് എൻ്റെ മുൻപേ പറഞ്ഞവരൊക്കെ പറഞ്ഞതുപോലെ ഏതാവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ അച്ഛൻ പതിവായി പ്രാർത്ഥിക്കും. നമ്മൾ പറയാത്ത കുഴപ്പമേ ഉള്ളൂ. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ പ്രാർത്ഥിക്കും. ആ വിഷയത്തിൻ്റെ മറുപടിയും കിട്ടിയിട്ടുണ്ട്. എല്ലാ വിഷയങ്ങളിലും അത് ഇന്നല്ല ഇന്നാർക്കുന്നില്ല. ആര് പറഞ്ഞോ അവർക്ക് വേണ്ടി അച്ഛൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥതയാണ് അച്ഛൻ ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളുടെ ഇടവകയിലെ പുരോഗതിയിലേക്ക് മുൻപേ പറഞ്ഞ മാമിച്ചായ പറഞ്ഞതുപോലെ സാമ്പത്തികമായും ഇടവകയ്ക്കൊരു താങ്ങായി നല്ലൊരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഈ കൊച്ചിടവകയിൽ സാധിച്ചു. ഇതെല്ലാം ഞങ്ങൾ ഓർക്കുന്നു. ഇടവ മിഷന്റെ നാമത്തിലുള്ള എല്ലാ അനുമോദനങ്ങളും പ്രാർത്ഥനകളും സ്നേഹങ്ങളും അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും നൽകുന്നു. ദൈവം അച്ഛനെയും കൊച്ചമ്മയും കുഞ്ഞുങ്ങളെയും അനുഗ്രഹിക്കും. Understanding related poetry. By my organization, Indian
നിങ്ങൾ എല്ലാവർക്കും ദൈവനാമത്തിൻ്റെ സ്നേഹവന്ദനങ്ങൾ. സൺഡേ സ്കൂളിനെ പറ്റി പറയുമ്പോൾ കഴിഞ്ഞ 4 വർഷക്കാലം ജിജിജ്ഞാനത്തിൻ്റെ സാന്നിധ്യവും നേതൃത്വവും ഞങ്ങളുടെ സൺഡേ സ്കൂളിന് വളരെ അനുഗ്രഹപ്രദമായിരുന്നു. അച്ഛന് എല്ലാ കാര്യങ്ങൾക്കും നല്ലതായ നേതൃത്വവും നല്ലതായ സഹകരണവും നൽകിയിട്ടുണ്ട്. കൊച്ചമ്മ ഞങ്ങളുടെ സൺഡേ സ്കൂളിൻ്റെ ഒരു ടീച്ചറായിരുന്നു. കുഞ്ഞുങ്ങൾ 2 പേരും സൺഡേ സ്കൂള് വിദ്യാർത്ഥികളായിരുന്നു. രാവിലെ ഇതിനു മുമ്പ് ഞാൻ രാവിലെ വന്ന് പള്ളിയൊക്കെ പറഞ്ഞിടുമായിരുന്നു. എന്നാൽ അച്ഛൻ വന്നതിന് ശേഷം കൊച്ചമ്മയോ 7 വന്ന് ഞാൻ രാവിലെ വരുമ്പോൾ 7 മിക്കവാറും വന്ന് പള്ളിയുടെ വാതിലൊക്കെ തുറന്ന് ഗേറ്റുകളൊക്കെ തുറന്ന് എല്ലാം റെഡിയാക്കി ഇടുന്ന ഒരു ഉണ്ടായിരുന്നു. അവരുടെ ആ സഹകരണം വളരെ വിലപ്പെട്ടതായിരുന്നു. അച്ഛന് കഴിഞ്ഞ 4 വർഷക്കാലം സൺഡേ സ്കൂളിന് വേണ്ടതായ നേതൃത്വങ്ങളൊക്കെ നൽകി. സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾക്ക് എല്ലാ ആഴ്ചയിലും വന്ന് ആവശ്യമായ ഉപദേശങ്ങളൊക്കെ നൽകി കൊടുക്കുമായിരുന്നു. അതിലുപരിയായി സാറാമ്മയോട് പറഞ്ഞതുപോലെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളെ മധുവായുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കുന്നതിന് അച്ഛന് മുൻകൈയെടുത്തു. അതിനു മുമ്പ് ഞാനോ മാമത്തിനോ ഒക്കെ ഇവിടെ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ടിരുന്നപ്പോൾ ഒരുത്തരെ വിളിച്ചാൽ പോലും ആരും വരത്തില്ല. കുഞ്ഞുങ്ങളെല്ലാം പിന്നോട്ട് വലിയ ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ അച്ഛൻ അങ്ങനെ ഒരു നല്ല കാര്യം കൂടെ നമുക്ക് വേണ്ടി സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങളിലൂടെ ചെയ്ത് തന്നിട്ടുണ്ട്. അച്ഛന് ഈ കഴിഞ്ഞ 1 വർഷക്കാലം സൺഡേ സ്കൂൾ ക്ലാസ്സുകളൊക്കെ നടത്താതിരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ ഭദ്രാസനമായിട്ട് ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ ക്രമീകരിച്ചു. അപ്പോൾ അവർക്ക് വേണ്ടുന്നതായ കൈത്താങ്ങലുകളും എല്ലാ ആഴ്ചയിലും അവരെ വിളിച്ച് പാഠങ്ങളൊക്കെ പഠിച്ചവരെ പരിശോധിക്കുകയും അതിന് ഉള്ള നേതൃത്വമൊക്കെ നൽകിയിട്ടുണ്ട്. അതുപോലെ സൂം മീറ്റിങ്ങിലൂടെ അവർക്ക് വേണ്ടുന്നതായ ഒരു BBS നടത്തി എല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ മുൻകൈയെടുത്ത് വളരെ നല്ലതായ ദാനങ്ങളാണ് നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി അച്ഛനെ ചെയ്തു തന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ 4 വർഷത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം അച്ഛൻ നമ്മയുടെ വാക്കിക്കുളം മന്ത്രിമ ഇടവകളിലേക്ക് ട്രാൻസ്ഫറായി പോവുകയാണ്. ഈ ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ്. എന്നാൽ അത് നമുക്ക് വളരെ വേദന ഉളവാക്കുന്നതാണ്. നമ്മളോട് അടുത്ത് ഇടപെട്ട് നമ്മളിൽ ഒരാളായി നമ്മളോടൊപ്പം നിന്ന ഒരു വ്യക്തി, ഒരു അച്ഛൻ നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോൾ നമുക്കത് വളരെ വിഷമങ്ങൾ ഉളവാക്കുന്നതാണ്. എന്നാൽ അത് നമ്മൾ സഹിച്ചേ പറ്റുകയുള്ളൂ. സഭയുടെ ചട്ടക്കൂടനുസരിച്ച് അത് നിർബന്ധമായും 3 വർഷം കഴിയുമ്പോൾ അച്ഛന്മാർക്ക് ട്രാൻസ്ഫർ ഉള്ളതാണ്. അതുകൊണ്ട് നമുക്കതൊന്നും ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ ഇപ്പോൾ ഇനിയും ചേർന്ന ഇടവകയിലും അച്ഛൻ്റെയും കൊച്ചമ്മയുടെയും കുഞ്ഞുങ്ങളുടെയും സേവനങ്ങൾ നമ്മളെ ഇവിടെ ലഭിച്ചതിൽ ഉപരിയായി അവിടെ പ്രവർത്തിക്കുന്നതിന് ദൈവം അനുഗ്രഹിച്ചിട്ട് എല്ലാ സൺഡേ സ്കൂളിൻ്റെ എല്ലാ ആശംസകളും ഞങ്ങൾ നേർന്നുകൊള്ളുന്നു. മീറ്റിംഗ്സ് ഒന്നും കൂടിയിട്ടില്ല. പക്ഷേ അച്ഛന് നമ്മളെല്ലാവരെയും പറ്റി നല്ല ധാരണ ഉണ്ടായിരുന്നു. നമ്മളെ പറ്റി ഒത്ത് പ്രാർത്ഥിക്കുകയും നമ്മുടെ നല്ല കാര്യങ്ങളിലും ഒക്കെ നമ്മളോടൊപ്പം കൂടെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒത്തിരി നല്ല സഹായങ്ങളായിട്ട് ഒത്തിരി പ്രവർത്തിച്ചിട്ടുണ്ട്. ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ട് അല്ലാതെ ധനസഹായമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഏരിയയിലൊക്കെ ചെടികൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
ജനറൽ സെക്രട്ടറിയുടെ ഭാഗമായിട്ട്. അതൊക്കെ ഒത്തിരി സന്തോഷമുള്ള കാര്യമായിരുന്നു. പിന്നെ കൊച്ചമ്മനെ പറ്റി പറയുമ്പോൾ കൊച്ചമ്മ ആക്ച്വലി ഒത്തിരി ടാലന്റഡാ. കുക്കിംഗ്, ക്രാഫ്റ്റ്, സിംഗിങ്, എല്ലാ ഏരിയയിലും ആക്ച്വലി കൊച്ചമ്മ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് മക്കൾ, അവർ ഒത്തിരി വൈബ്രന്റ് ആയിരുന്നു. നമ്മുടെ കൂടെ ഒത്തിരി പരിപാടിക്കും പിന്നെ ട്രിപ്പ്, പിക്നിക് എല്ലാത്തിനും ഉണ്ടായിരുന്നു. അപ്പൊ ഈ 4 വർഷം ആക്ച്വലി ഒത്തിരി സന്തോഷം ഉണ്ടായിരുന്നു എല്ലാവരും കൂടെ കൂടി. പിന്നെ ഇത്രയുള്ള ഇനി പോകുന്ന സ്ഥലത്തും എല്ലാ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സഭയുടെ ക്രമീകരണമനുസരിച്ച് ഈ ഇടവകയിലെ 4 ദിവസത്തെ സുസ്ഥിരമായ ശുശ്രൂഷയ്ക്ക് ശേഷം മറ്റൊരു ഇടവകയിലേക്ക് കടന്നു പോകുന്ന ബഹുമാനപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും അത് ഞാൻ ഇപ്പം ഗായക സംഘത്തെ പ്രതിനിധീകരിച്ചാണ് പറയുന്നതെങ്കിലും എല്ലാ സംഘടനകളെ പറ്റിയും പറയുവാനായിട്ടാണെങ്കിൽ ഒരുപാടുണ്ട്. എന്നാൽ 7 വർഷക്കാലം ഞാൻ സൺഡേ സ്കൂളിൻ്റെ ചുമതലയായിട്ട് 4 വർഷവും അച്ഛൻ്റെ കൂടെ പ്രവർത്തിക്കുവാനായിട്ട് എനിക്ക് മഹാഭാഗ്യം ശ്രമിച്ചു. ചെറിയാൻ സാർ പറഞ്ഞതുപോലെ ഏറ്റവും വലിയൊരു കാര്യമായിരുന്നു രാവിലെ എഴുന്നേറ്റ് വരുമ്പോഴേ സൺഡേ സ്കൂൾ ചുമതലയുള്ള ചെറിയാൻ സാറുള്ള സമയത്തൊക്കെ രാവിലെ വന്ന് പള്ളിയൊക്കെ കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നത് വലിയൊരു ഉത്തരവാദിത്തമായിരുന്നു. എന്നാൽ അച്ഛൻ വന്നതിന് ശേഷം എനിക്കതിനെപ്പറ്റി കഴിഞ്ഞ 4 വർഷം യാതൊരു ഭാരവും ഇല്ലായിരുന്നു. മക്കൾ വന്ന് പള്ളിയൊക്കെയും തുറന്ന് അവർ തന്നെ നോക്കിയിരിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു കാണുവാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സൺഡേ സ്കൂളിൻ്റെ ആദ്യം ഞാൻ പറയുന്നത് ആ 4 വർഷത്തെ പ്രവർത്തനത്തിൽ വളരെയധികം പരിമിതികളും ബലഹീനതകളും ഒക്കെ എനിക്കുണ്ടായിരുന്നുവെങ്കിലും അച്ഛൻ്റെ ആ ഒരു കൈത്താങ്ങുന്ന നേതൃത്വം സെൻറ്റർ തലത്തിലായാലും ഇടവക തലത്തിലും എനിക്ക് വളരെയധികം ശ്രമിക്കുവാനായിട്ട് സാധിച്ചു. അതിന് പ്രത്യേകമായിട്ട് സൺഡേ സ്കൂളിന് വേണ്ടി പറഞ്ഞുവെങ്കിലും അത് ഈ തലത്തിൽ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഗായക സംഘത്തെ പറ്റി പറയുമ്പോൾ ഞങ്ങൾക്ക് പറയുവാനായിട്ട് വാക്കുകളില്ല. ഇടവകയെ സംബന്ധിച്ച് 2014 തൊട്ട് എൻ്റെ കാഴ്ചപ്പാടിൽ 3 വർഷക്കാലം വളരെയധികം ചിതറിപ്പോയതും പ്രതികൂലതകളുടെ മധ്യത്തിൽ കൂടി കടന്നുപോയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മറ്റുള്ളവരെങ്ങനെ പറയുന്നു എനിക്കറിയത്തില്ല. ആ സമയത്ത് വളരെയധികം മനോവേദനയോടുകൂടി ദൈവത്തോട് അപേക്ഷിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് സമർപ്പണമുള്ള ഒരു പുരോഹിതനെ തരണമേ എന്ന്. ആ ഒരു പ്രാർത്ഥനയുടെ ഫലം ഞാൻ വിചാരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ പറയുന്ന പോലെ ആരെ ഞാൻ അയക്കേണ്ടു ആർ എനിക്ക് വേണ്ടി പോകും എന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനെ അയക്കണമേ എന്നുള്ള ഒരു വചനം നിവൃത്തിയാകത്തക്കവണ്ണം ഞങ്ങൾ ഒരു പുരോഹിതനെ ലഭിച്ചുവെന്ന് ഈ സമയത്ത് ഞാൻ സന്തോഷത്തോടുകൂടി അറിയിച്ചു കൊള്ളട്ടെ. അതുകൊണ്ട് ഇടറിപ്പോയ അല്ലെങ്കിൽ ചിതറിപ്പോയ ഇടവക ജനങ്ങളെ ഒന്നിച്ചു കൂട്ടുവാനായിട്ട് കഴിഞ്ഞ 4 വർഷക്കാലം അതിന് സാധിച്ചു. അത് നിങ്ങളെല്ലാവരും മനസ്സിൽ എങ്കിലും പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. അതായത് ചിതറിപ്പോയ ഇടവകയെ ഒരുമിച്ച് നിർത്തുവാൻ അച്ഛൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ 4 വർഷക്കാലം വളരെയധികം. അതുകൊണ്ടാണ് ദൈവത്തോട് അപേക്ഷിച്ചപ്പോൾ സമർപ്പണമുള്ള ഒരു പുരോഹിതനെ ഞങ്ങൾക്കായിട്ട് ലഭിച്ചത്. ദൈവത്തിൽ വിശ്വസിക്കുന്നവർ സൽപ്രവർത്തികൾക്ക് യോഗ്യന്മാരായിരിക്കണമെന്ന് തീമോസിന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ആ ഒരു വിശ്വസ്തത അല്ലെങ്കിൽ ആ ദൈവവിശ്വാസം അച്ഛൻ്റെ പ്രവർത്തികളിൽ കൂടി നമുക്ക് കാണുവാനായിട്ട് സാധിച്ചു. വളരെയധികം വിശ്വസ്തനായ ഒരു പുരോഹിതൻ തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചുമതലകൾ അത് എനിക്ക് തോന്നുന്നു ഒരു പുരോഹിതനും കുടുംബവും ചെയ്യുന്നതിലുപരിയായിട്ട് ഇടവഴിക്ക് വേണ്ടുന്നതായ വിശ്വസ്തയോടുകൂടി എല്ലാ കാര്യങ്ങൾക്കും പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. അതാണ് മാമച്ചായൻ പറഞ്ഞതുപോലെ ഗായക സംഘത്തിൻ്റെ കൊച്ചമ്മയുടെയൊക്കെ ശുശ്രൂഷ
ഞങ്ങൾക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ഒന്നും ചെയ്യണ്ടായിരുന്നു. കൊച്ചമ്മ ആദ്യമേ കടന്നു വരും. ഞങ്ങളൊക്കെ ഓടിപ്പിടിച്ച് ആ സമയമൊക്കെ കഴിഞ്ഞ് അതും കഴിഞ്ഞ് അതിന് 10 മിനിറ്റ് കഴിഞ്ഞൊക്കെ അവരുടെ കൊച്ചമ്മ ആ നമ്പറൊക്കെ ഇട്ട് പൊടിച്ചനെ ഏൽപ്പിക്കും. പാട്ടുകൾക്ക് കഴിഞ്ഞ 4 വർഷക്കാലം ക്രിസ്മസ് കാലയളവിലെ ഗാന ശുശ്രൂഷയ്ക്ക് കൊച്ചമ്മയുടെ ശ്രേഷ്ഠമായ ഒരു നേതൃത്വം ഞങ്ങൾക്ക് ലഭിച്ചു. എല്ലാ പാട്ടുകളും ക്രിസ്ത്യാനികരണത്തിലെ പാട്ടുകളൊക്കെയും കൊച്ചമ്മ വളരെ നന്നായി ഞങ്ങൾക്ക് പഠിപ്പിക്കുകയും ഒക്കെയും ചെയ്തു. അപ്പോൾ അച്ഛന് തക്കതായ ഒരു തുണയെ അച്ഛൻ്റെ വയൽപ്രദേശത്ത് വിശ്വസ്തയോടുകൂടി രോഗിനായി നടപ്പാൻ തക്കവണ്ണം അഖിലാസിനോടൊപ്പം ക്രിസ്റ്റിലെ എന്ന പോലെ തന്നെ കൊച്ചമ്മയും പ്രവർത്തിക്കുന്നു. ദൈവം അതിന് ആ മകൾ വേണ്ടുന്നതായ താലന്തുകളൊക്കെയും എല്ലാ താലന്തുകളും കൊടുത്ത് ശോഭിച്ചിരിക്കുന്നു. ആദ്യമൊക്കെയും വന്നപ്പോൾ മലയാളം നന്നായിട്ട് സംസാരിക്കാൻ അറിയത്തില്ല. സുനിലൊക്കെയും പാട്ട് ക്രിസ്മസിൻ്റെ പാട്ടൊക്കെ പാടുമ്പോഴൊക്കെയും കൊച്ചമ്മയെ കളിയാക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ കുറേയൊക്കെയും ഒത്തിരി പുരോഗതി മലയാളത്തിനൊക്കെ വന്നിട്ടുണ്ട്. അത് ഞങ്ങളുടെ ഇടാകെ ഞങ്ങൾ അങ്ങോട്ടൊക്കെ പഠിപ്പിച്ചെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കൊച്ചമ്മയെ ഞങ്ങൾ മലയാളം പഠിപ്പിക്കാൻ ഞങ്ങൾ ശ്രമിച്ചു എന്നുള്ളതാണ് ശരിയായ കാര്യം. മക്കളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അച്ഛൻ വളരെയധികം ഒരു ഭാരം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ മക്കൾ എങ്ങനെയാകും എന്നൊക്കെ അച്ഛൻ പലപ്പോഴും അച്ഛൻ്റെ എന്നോട് സംസാരത്തിൽ പറയുമായിരുന്നു. എന്നാൽ നല്ല മാതൃകയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വരുവാൻ അച്ഛൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഞങ്ങളുടെ ഇടവകയിലെ കുഞ്ഞുങ്ങൾക്കും വളരെ നന്മയ്ക്ക് കാരണമായി തീർന്നു. കഴിഞ്ഞ ഒരു ഇടക്കാലയളവിൽ ഞങ്ങളുടെ യുവജനങ്ങളൊക്കെ പാഠം വായിക്കാൻ പറഞ്ഞാൽ ആർക്കും വയ്യ. കൊച്ചു കുഞ്ഞുങ്ങളോട് പറഞ്ഞാൽ ജ്യേഷ്ഠവകുപ്പിന് ശേഷം ഈ സൺഡേ സ്കൂളിലെ ക്ലാസ്സുകളിൽ കുഞ്ഞുങ്ങൾ ഇരിക്കാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ സന്തോഷത്തോടെ പറയട്ടെ, പ്രൗഢവകുപ്പിൽ വരെയും കുഞ്ഞുങ്ങളെ ഇരിക്കുകയാണ്. വളരെ എനിക്ക് തോന്നി ഇവിടെ ഈ ഇടവകയിൽ ഇല്ലാത്തൊരു കാര്യമായിരുന്നു അത്. ജ്യേഷ്ഠവകുപ്പ് കഴിയുമ്പോൾ ഇവിടുത്തെ ആൺമക്കളെല്ലാം മുന്നോട്ട് വരും. അവരുടെ അമ്മമാർ പറയും മക്കൾ വരത്തില്ല. എന്നാൽ ഇവിടെ പ്രൗഢവകുപ്പിൽ ഇപ്പോൾ ഈ 2 കുഞ്ഞുങ്ങൾ പഠിക്കുന്നുണ്ട്. ഇവരെയൊക്കെയും ട്രെയിൻ ചെയ്യിക്കാൻ അച്ഛനും അച്ഛൻ്റെ കുഞ്ഞുങ്ങളും മാതൃകയായിരുന്നു. മധുബഹായിലെ ശുശ്രൂഷയ്ക്കും വളരെയധികം ഈ കുഞ്ഞുങ്ങളുടെ ഈ പ്രവർത്തനം കണ്ടുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം അതിനെല്ലാം വളരെയധികം അവർ പ്രോത്സാഹനം കൊടുക്കുവാനായിട്ട് അച്ഛനും കുടുംബത്തിനും സാധിച്ചു. തുടർന്ന് അച്ഛനും കുടുംബവും ഈ ഇടവകയിൽ നിന്നും കടന്നു പോകുമ്പോൾ ഞങ്ങൾക്ക് വേദനകൾ ഉണ്ടായെങ്കിലും ആ ഇടവകയ്ക്ക് നന്മയോ നല്ലൊരു പ്രവർത്തനം കാഴ്ചവെക്കാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കുടുംബാംഗത്തെ പോലെ ഒരു കുടുംബാംഗം ദൂരെ പോകുന്ന പോലെ ഒരു വേദന ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. കൊച്ചമ്മയെ ഓർത്ത് ഞങ്ങൾ കൊച്ചമ്മയ്ക്ക് വേണ്ടുന്നതായ എല്ലാ പ്രാർത്ഥനകളും ഞങ്ങളുടെ ഭാഗത്തു നിന്നുകൊണ്ട് വേറെ അംഗങ്ങൾക്കെല്ലാം വളരെയധികം പ്രയാസം വേദനകളുണ്ട്. അച്ഛനെയും കുടുംബത്തിലും ഇടപുറ ഗായക സംഘത്തിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും അറിയിച്ചു. സമയപരിധി ഉള്ളതുകൊണ്ട് ഞാൻ അധികം നേരം നിൽക്കുന്നില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, നമ്മുടെ ഇടവകയുടെ ചരിത്രത്തിൽ ചരിത്രം സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ, പ്രിയപ്പെട്ട കൊച്ചമ്മ ഒരു തമിഴ് സംസ്കാരത്തിൽ നിന്ന് വന്ന് ഈ 4 വർഷം നമ്മളോടൊപ്പം നിന്ന് ഒരു മലയാളി വനിതയായി തീർന്ന പ്രിയപ്പെട്ട കൊച്ചമ്മ, പ്രിയപ്പെട്ട ആരൻ ഏവൻ കർത്താവിൽ വാത്സല്യമുള്ളവരെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ ദൈവനാമത്തിലുള്ള സ്നേഹം അറിയിക്കുന്നു. ഈ ഞായറാഴ്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ല ശുശ്രൂഷയായിരുന്നു അച്ഛനിൽ ലഭിച്ചത്. ഈ നമ്മുടെ ഇടവകയിൽ ഞായറാഴ്ച ശുശ്രൂഷയുള്ളപ്പോൾ കൃത്യസമയത്ത് തന്നെ അച്ഛൻ വരും. പൂങ്കുളങ്ങി ഇടവകയിൽ പ്രാർത്ഥന വെക്കുമ്പോൾ സാധാരണ അച്ഛന്മാരന്ന് വരാറില്ല. അന്ന് അതിനുള്ള ക്രമീകരണം ഞാൻ ചെയ്യണം മുൻപൊക്കെ ആയിരുന്നെങ്കിൽ. എന്നാൽ ഇപ്പോൾ ഈ 3 വർഷം പെട്ടെന്ന് 1 വർഷം നമ്മൾക്ക് ഇല്ലാതെ പോയി. 3 വർഷം അച്ഛൻ ചോദിക്കുമായിരുന്നു എത്ര മണിക്കാണ് പ്രാർത്ഥന വെച്ചിരിക്കുന്നത്. ആ സമയത്ത് തന്നെ അച്ഛൻ ഓടി വരുമായിരുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി. നല്ല ഒരു ശുശ്രൂഷയായിരുന്നു അച്ഛനിൽ നിന്ന് ലഭിച്ചത്. അച്ഛൻ്റെ വചന ശുശ്രൂഷയൊക്കെ ഒരു ക്ലാസ്, ബൈബിൾ ക്ലാസ് പോലെയായിരുന്നു. ഞായറാഴ്ച പ്രാർത്ഥനയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇടവകയെ ഭവനത്തിൽ എത്തിക്കുക, ഇടവക ജനങ്ങളോടൊപ്പം ഭവനത്തിലെ അംഗങ്ങളോടൊപ്പം ഇടവക ജനങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതായ ഒരു അനുഭവമായിരുന്നു. അതിലൊക്കെ വളരെ പ്രാധാന്യം കൊടുത്തതായ അച്ഛൻ നല്ല ശുശ്രൂഷ ഈ ഞായറാഴ്ച പ്രാർത്ഥനയിൽ അച്ഛനിൽ നിന്ന് ലഭിക്കുവാനായിട്ട് ഇടയായിരുന്നു. കൊച്ചമ്മയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ തമിഴ്നാട്ടിൽ നിന്ന് വന്ന തമിഴ് ചോയയായിരുന്നു കൊച്ചമ്മയ്ക്ക് ആദ്യമൊക്കെ ഉണ്ടായിരുന്നത്. ഒരിക്കൽ കൊച്ചമ്മ ഇവിടെ വന്നതായ സമയത്ത് ആരോ പറഞ്ഞു കൊടുത്തു ഈ പ്രാർത്ഥനയിലെല്ലാം പാമ്പാണ്. ഞാൻ പറഞ്ഞു കൊച്ചമ്മയെ പാമ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഉണ്ട് പാമ്പുണ്ട് എന്ന് പറഞ്ഞ് കേട്ട് കഴിഞ്ഞാൽ പാമ്പ് ഇപ്പൊ ചോറിട്ട് അങ്ങ് പോയതേ തോന്നുമായിരുന്നു. ഒരിക്കൽ അച്ഛനെ ആ
കൊച്ചമ്മ മോനും കൂടെ ഈ റോഡ് സൈഡിൽ സ്കൂളിലേക്ക് മോനെ വിടാനായിട്ട് നിൽക്കുമ്പോൾ ഞാൻ ചോദിച്ചു, കൊച്ചമ്മ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ അച്ഛൻ കമ്പ് നട്ടാക്കും. അപ്പോൾ ഞാൻ ഇവിടെ കമ്പ് നടാൻ ക്രമീകരണം ഒന്നും ചെയ്തിട്ടില്ല, ഇപ്പോൾ പൂങ്കുളങ്ങിയിലായിരിക്കും ചീനിക്കമ്പ് നടാൻ പോയിരിക്കുക. പൂങ്കുളങ്ങിയിലാണോ എന്ന് ചോദിച്ചോട്ടെ പറഞ്ഞു, അല്ല ഇടത്തറ. പന്തൽ കാരണാന്ത് കർമ്മത്തിന് പോയതാണ്. മറ്റൊരിക്കൽ വാർഷണയിൽ ചെന്നപ്പോൾ കൊച്ചമ്മ അച്ഛൻ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അച്ഛൻ കട്ടള. അച്ഛൻ കട്ടള. ഞാനിങ്ങനെ പിന്നീടാണ് മനസ്സിലായി വീടിന്റെ കട്ടള വകുപ്പിന് അച്ഛൻ പോയിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ളതായ ഒരു രസകരമായ ഒരു അനുഭവമൊക്കെ കൊച്ചമ്മയിൽ നിന്നുണ്ടായി. ഈ ഒരു സംസ്കാരത്തിൽ നിന്ന് നമ്മളോടൊപ്പം ഈ 4 വർഷം കൊച്ചമ്മ നിന്ന് ഒരു മലയാളി വനിതയായി തീർന്ന് മാവേലിക്കരയിലേക്ക് പോവുകയാണ്. എല്ലാവിധ ആശംസകളും അച്ഛനും കൊച്ചമ്മയ്ക്കും നേരുന്നു. പ്രിയപ്പെട്ട മക്കളെ കുറിച്ച് പറയുകയാണെങ്കിൽ സെന്റ് മേരീസ് സ്കൂളിലെ പ്രിൻസിപ്പലിന്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നല്ല 2 കുട്ടികളാണ് അച്ഛന്റെ മക്കൾ എന്ന് പറയുകയുണ്ടായി. മാവേലിക്കരയിൽ നിന്ന് എന്നെ വിളിച്ച് ചോദിച്ചു, പ്രത്യേകിച്ച് 10ാം ക്ലാസ്സിൽ മോനെ അഡ്മിഷൻ കൊടുക്കുമ്പോൾ സാധാരണ സ്കൂളുകളിലൊന്നും കൊടുക്കാറില്ല. അപ്പൊ അവിടെ നിന്ന് എന്നെ വിളിച്ച് ചോദിച്ചു എങ്ങനെയുണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു സ്കൂളിന് തന്നെ ഒരു അസറ്റാണ്, എല്ലാവിധ പഠനത്തിലാണെങ്കിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലാണെങ്കിലും നല്ല കുട്ടികളാണ് എന്ന് പറയുകയുണ്ടായി. കാരണം അവരെ സംബന്ധിച്ച് കുറ്റമൊന്നും പറയാനില്ല. കുടുംബമായിട്ടാണ് എങ്കിലും ഇവിടെ സൂചിപ്പിച്ചതുപോലെ അച്ഛന്റെ മക്കൾ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ഒരു കുഴപ്പമില്ല. അച്ഛൻ നല്ല മാതൃകയായിരുന്നു, കൊച്ചമ്മ നല്ല മാതൃകയായിരുന്നു, ഇടവയിൽ നല്ല ശുശ്രൂഷയാണ് ലഭിച്ചത്. അതുകൊണ്ട് കുഞ്ഞുങ്ങളും ആ രീതിയിൽ നല്ല ശുശ്രൂഷ, കുടുംബമായി പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നു, പള്ളി ആരാധനകളിൽ പങ്കെടുക്കുന്നു, അച്ഛനോടൊപ്പം മധുവായി ശുശ്രൂഷ ചെയ്യുന്നു. നല്ല ഒരു ശുശ്രൂഷയാണ് ഞായറാഴ്ച പ്രാർത്ഥനയെ സംബന്ധിച്ചും ഇടവകയെ സംബന്ധിച്ചും അച്ഛനിൽ നിന്ന് ലഭിച്ചത്. സാധാരണ ഇവിടെ വരുന്ന ഈ പാഴ്സണേജ് നിർമ്മിച്ചതിന് ശേഷം 6ാമത്തെയോ 7ാമത്തെയോ ഓർമ്മ ശരിയാണെങ്കിൽ 6ാമത്തെയോ 7ാമത്തെയോ അച്ഛനാണ് ബഹുമാനപ്പെട്ട ജിജു അച്ഛൻ. എന്നാൽ മറ്റുള്ള അച്ഛന്മാരൊന്നും കാലാവധി പൂർത്തിയാക്കാതെ നമ്മൾ പോലും അറിയാതെ നമുക്ക് പോവുകയായിരുന്നു. എന്നാൽ ജിജു അച്ഛനെ സംബന്ധിച്ചിടത്തോളം 3 വർഷമല്ല 4 വർഷം തന്നെ ഉറച്ച് ഇവിടെ തന്നെ ഇരുന്നു. 1 വർഷം കൂടി അധികം ബോണസായിട്ട് ഇവിടെ ഇരുന്നു. നല്ല ശുശ്രൂഷ അച്ഛനിൽ നിന്ന് ലഭിച്ചു. അച്ഛന് ഒരു ഇടവയിൽ ആരാറിന്റെ എന്തെങ്കിലും മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ ആ ആളോട് അപ്പം തന്നെ അത് പറയും. എന്റെയൊക്കെ കയ്യിലിരിക്കുമല്ല എത്രയോ പ്രാവശ്യം എന്നെ തലമുറതായ കാരണമുണ്ട്. എന്നാൽ അതൊന്നും മനസ്സിൽ വെച്ചേക്കുന്നത് പിന്നീട് അടുത്ത ദിവസം ആ മനുഷ്യനോട് സ്നേഹത്തോടു കൂടി ഇടപെടുന്നതായ ഒരു അച്ഛനെയാണ് കാണുന്നത്. ഒരു നല്ല വ്യക്തിത്വത്തിന്റെ ഉടമയായിരിക്കും പ്രിയപ്പെട്ട അച്ഛൻ. ഈ മാവേലിക്കരയിലേക്ക് പോകുമ്പോൾ നല്ല ശുശ്രൂഷ അവിടെ ലഭിക്കാൻ ഇടയാകട്ടെ, അവിടുത്തെ ജനങ്ങൾക്ക് ലഭിക്കാൻ ഇടയാകട്ടെ. എല്ലാവിധ ആശംസകളും പ്രിയപ്പെട്ട അച്ഛനും കൊച്ചമ്മയ്ക്കും കുഞ്ഞുങ്ങൾക്കും അറിയിക്കുന്നു. ഈ തരുണത്തിൽ ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് ഇതിൽ അച്ഛൻ നൽകിയതായ എല്ലാ സർവീസുകൾക്കും ഉള്ളതായ നന്ദി ഇടവ ജനങ്ങളുടെ പേരിൽ അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രതിച്ഛായൻ പ്രിയ ജനങ്ങളെ യേശുവിന്റെ നാമത്തിൽ സ്നേഹമുണ്ട്.
ഓരോ യാത്രയെപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ വേദനകൾ ഉളവാക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ ഇടവകയിൽ ഇവിടുത്തെ പരിസരങ്ങൾ നൽകിയ സ്നേഹം ഒരിക്കലും മറക്കുവാനായിട്ട് കഴിയില്ല. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് കുടുംബമാണ്. പലപ്പോഴും ഉണ്ടാകുന്ന വലിയ പ്രയാസമാണ്. ഞങ്ങൾ ഒരുമിച്ച് ഏതൊരു ഭാഗത്തുനിന്ന് പോകുമ്പോഴും വലിയ വേദന കുറെ നാളുകൾ അനുഭവിക്കുകയാണ്. ഈ ദിവസങ്ങളെല്ലാം പ്രിയപ്പെട്ടവരെ വ്യക്തിപരമായ ഒക്കെ കാണുമ്പോൾ രാത്രികൾ ഉറക്കമില്ലാതെ വീരങ്ങളായ ആ ബന്ധത്തിന്റെ ഊഷ്മളവുണ്ടായിരിക്കുകയാണ്. അപ്രകാരമൊക്കെ സംഭവിക്കുകയാണ്. ഇടവകയെ സംബന്ധിച്ചോളം എന്റെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു ഇടവകയാണ്. ഇവിടെ ഞാൻ വരുന്ന ആ സമയത്ത് നിങ്ങളതിന്റെ ഫോട്ടോ ഒക്കെ കണ്ടതാണ്. ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒരു ഇതിലേക്ക് വരിക. ഞാൻ എല്ലായിടത്തും പോയാലും എനിക്കൊരു ഭയമാണ്. കാരണം പുതിയൊരു സ്ഥലം, പുതിയ വ്യക്തികൾ, അവരൊക്കെ എങ്ങനെ അഭിമുഖീകരിക്കും, അത് നിങ്ങളുടെ കുഴപ്പം എന്നുള്ളതാണ്. എന്നാൽ എന്റെ ബലഹീനത, എന്റെ പോരായ്മകൾ എങ്ങനെ ഇതിനെയൊക്കെ കരുത്തു നൽകും എന്നുള്ളതാണ്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒരു പ്രയാസവും ആർക്കും ഉണ്ടാകാതെ ജീവിക്കാനായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കഴിയും. ഞാൻ ഉണ്ടായ സമയത്ത് ചുമതലക്കാരായിരുന്നവർ കാണിച്ച ഒരു സ്നേഹം വളരെ വലുതാണ്. KC രാജാനും തമ്പിച്ചാനുമാണ് വൈസ് പ്രസിഡന്റായി 4 വർഷങ്ങളിൽ, പ്രത്യേകിച്ച് 3 വർഷത്തോളം രാജാനും പിന്നീട് തമ്പിച്ചാനും ഉണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞങ്ങളിവിടെ വന്നപ്പോൾ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, വെള്ളത്തിൻ്റെതായ പ്രയാസങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. കാലാവസ്ഥയുടെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ഇവരൊക്കെ തമ്പിച്ചാൻ പൂർവ്വമാണെങ്കിൽ പോലും ഒരു മകനെ പോലെയാണ് എന്നെ കരുതിയിട്ടുള്ളത് എന്ന് വിചാരിക്കുന്നു. KC രാജാൻ ഉണ്ടായ സമയത്ത് വളരെ പെട്ടെന്നാണ് എല്ലാം കമ്മിറ്റിക്കാർ സുനിലും ഒക്കെ ചേർന്ന് ഞങ്ങൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും ആഡംബരമായ ഒരു ജീവിതം ഈ പാളത്തിൽ ഞങ്ങൾക്ക് തരികയുണ്ടായിരുന്നു. ചാനും ജിജുവും ആശ്രിയും ഇപ്പോൾ ബാബുച്ചാനും ഒക്കെ ചേർന്ന ഒരു സാമ്പത്തിക വിദഗ്ധരാണ് ഈ ഇടവകയുടെ കാര്യങ്ങൾ നിയന്ത്രിച്ചത് എന്നുള്ളത് എന്റെ ഒരു വലിയ ഭാഗ്യമായി കരുതുകയാണ്. കാരണം ഇടവകയെ സംബന്ധിച്ച വികാരി പ്രവേശിക്കുമ്പോൾ സാമ്പത്തികമായ കാര്യങ്ങൾ ഈ നാടുകളിൽ വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകാറുണ്ട്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവർ വളരെ ക്രമീകൃതമായി ഇത് ക്രമീകരിച്ചു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. എന്റെ പേരുള്ള ഒരാളെ ഞാൻ പലപ്പോഴും കണ്ടില്ല. ആകെ ഒരാളാണ് കണ്ടത്, രണ്ടാമത് കണ്ടത് ഇവിടെയാണ്. അതുകൊണ്ട് തന്നെ ജിജു എന്ന് എനിക്ക് മറുപേര് വിളിക്കാൻ ഒരാളെ ലഭിച്ചു. ആഷ്ടിയും ശ്രീജോൺചാനും ഒക്കെ സ്നേഹിച്ച വലിയ സ്നേഹത്തിനായി പ്രത്യേകിച്ച് പ്രിൻസിയുടെ 2 വർഷത്തെ പുതിയ വർഷത്തെ കണക്കാണ് ഭംഗിയായി അതെല്ലാം ചെയ്തതിലുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദിയിലേക്ക്. മാമച്ചാൻ ഒരു ആത്മായ ശുശ്രൂഷകനായിട്ട് മാത്രമല്ല എൻ്റെ ഒരു പിതാവായി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷമാണ്. മാമച്ചാൻ കറക്റ്റ് സമയം പറഞ്ഞെങ്കിൽ എന്നേക്കാൾ 10 മിനിറ്റ് മുമ്പ് വരുന്ന ഒരാളാണ് മാമച്ചാൻ. നമ്മുടെ ഇടവകയിൽ മാമച്ചാന്റെ ശുശ്രൂഷ കഴിഞ്ഞ കാലങ്ങളിൽ ലഭിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ആ സ്നേഹത്തിനായി, കരുതലിനായി മാമച്ചാൻ പറഞ്ഞു, മാമച്ചാനെ ഞാൻ കറക്റ്റ് ചെയ്തു. ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടുള്ളൂ എന്ന് ഞാൻ പറഞ്ഞ സ്നേഹത്തിലാണ്. എന്നാൽ എന്നെ പലതും പഠിപ്പിക്കാനും ഞങ്ങൾക്ക് ഒരുമിച്ച് വളരുവാനും കറക്റ്റ് ചെയ്യുവാനും ഒക്കെ സാധിച്ചു. സാധാരണ ആത്മായ ശുശ്രൂഷകരോടൊക്കെ അങ്ങനെ വർത്തമാനം പറയാൻ പ്രയാസമാണ്. കാരണം പലരും നമ്മളെ പഠിപ്പിക്കാനായിട്ട് ഇങ്ങനെ
വരുന്നവരാണ്. എന്നാൽ മാമച്ചാൻ ഒരു പിതാവിനെ പോലെ, ഒരു മകൻ പറയുന്നത് പിതാവ് ഇങ്ങനെ കേൾക്കുന്നു, പിതാവ് പറയുന്നത് മകൻ ഇങ്ങനെ കേൾക്കുന്നു എന്നുള്ളത് മാമച്ചാന്മാരുടെ ബന്ധത്തിലൂടെ എനിക്ക് പഠിക്കാനായി സാധിച്ച ഒന്നാണ്. കുറെ കുടുംബങ്ങൾ, എല്ലാ കുടുംബങ്ങളും 62 കുടുംബങ്ങളും എനിക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അവരുടെ സ്നേഹവും കരുതലും വളരെ വലുതാണ്. എല്ലാവരെയും വ്യക്തിപരമായി അറിയാനും അവരെ സ്നേഹിക്കാനാണ്. അവരുടെ സ്നേഹം, അവരെ സ്നേഹിക്കുന്നവർക്ക് അവരുടെ സ്നേഹം എനിക്ക് പറ്റാനായിട്ട് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ സെക്രട്ടറിയായി 4 വർഷം ഉണ്ടായിരുന്ന യോജിപ്പ് ജാനും റോസമാമയുടെ എടുക്കുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് പലർക്കും അറിയില്ല, ഞങ്ങൾ മിനു പോകുന്ന ആ സമയത്ത് ഞാൻ ഒറ്റയ്ക്കായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഞങ്ങൾ എവിടെയെങ്കിലും പോയി തിരിച്ചു വരുമ്പോൾ 2 നേരത്തെ പ്രശ്നം ജോലിയിലാണ്. പ്രത്യേകിച്ച് റോസമാമ സ്നേഹം നടക്കുവാനായിട്ട് കഴിയില്ല. ജോലിച്ചാൽ ഞങ്ങളെ ഭക്ഷണം തരികയല്ല, ചിലപ്പോൾ ഇവിടെ കൊണ്ടുതരും, ഞങ്ങളെ കൊണ്ടുപോയി കഴിക്കും. എനിക്ക് ആദ്യം വാഹനമില്ലായിരുന്ന ആ സമയത്ത് ഓർക്കുകയാണ്. എനിക്ക് വാഹനം ഓടിക്കാൻ വളരെ പേടിയുള്ള മനുഷ്യനാണ്, എവിടെ ചെന്നാലും അതാണ്. എന്നാൽ ഞാൻ അമേരിക്കയിൽ ചെല്ലുമ്പോൾ എനിക്ക് ഒരാളെ അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് പഠിക്കാനായിട്ട് ആ രോഗിയിൽ ആരും ശ്രദ്ധിക്കാത്ത ഒരു മനുഷ്യനാണ് എന്നെ ഒരു പിതാവിന്റെ സ്ഥാനത്ത് എന്നെ പഠിപ്പിച്ചത്. ഇവിടെ വന്നപ്പോഴും ഈ ഗിയറും ഒക്കെ മാറ്റുന്നത് ഞാൻ എപ്പോഴും ഇങ്ങനെ സ്വപ്നം കണ്ടിട്ടുണ്ട്, എങ്ങനെ ഇത് മാറ്റി ഓടിക്കാനാണ് സാധിക്കും. എന്നാൽ എന്റെ വളരെ 3-4 ദിവസം അല്ലെങ്കിൽ കുറേ ദിവസങ്ങൾ അതിനുവേണ്ടി പ്രയത്നിച്ചു. അതാണ് ഞാൻ വാഹനം ഓടിക്കുന്നത് കാണുന്നത്. എത്ര സ്നേഹത്തോടെ, സാധാരണ തലൊക്കെ തലക്കിട്ടൊക്കെ അടിക്കുന്നവരാണ്, എന്നാൽ വളരെ സ്നേഹത്തോടുകൂടെ പഠിപ്പിച്ചു. അതുകൊണ്ടാണ് പൂങ്കുളഞ്ഞ് മല എനിക്ക് ഒരു പ്രയാസമില്ലാതെ കയറാനാണ്. ക്ലച്ചും ബ്രേക്കും കൂടെ എങ്ങനെ ബാലൻസ് ചെയ്യണം എന്നാൽ ഈ കയറ്റത്തിനാണ്. അതുകൊണ്ട് ഈ കയറ്റവും എനിക്ക് മറക്കാനായിട്ട് കഴിയും. അവർ കാണിച്ചാൽ സ്നേഹത്തിനാണ്. സെക്രട്ടറി എന്ന നിലയിൽ, ഒരു കുടുംബം എന്ന നിലയിൽ അവർ കാണിച്ചാൽ പ്രത്യേകമായ സ്നേഹം. സുനില് ബീന ടീച്ചർ, അവരുടെ കുടുംബം, ഞങ്ങളിപ്പോൾ ഈ വാഴ നടുമ്പോൾ ഞങ്ങൾ ബാബുഷാനെല്ലാം പറയുന്നതാണ് ഈ കൊലയെല്ലാം ഇടവേക്കുള്ളതാണ്. എന്നാൽ ഇടവേക്ക് വന്നിട്ടില്ല, മുഴുവൻ കൊലയും എനിക്കാണ്. എല്ലാം കിട്ടുമ്പോഴും അതിന്റെ ഏറ്റവും വലിപ്പമുള്ള, ഏറ്റവും ശക്തമായ വാഴക്കാരികൾ ഞങ്ങൾക്ക് തന്ന അവസാനത്തെ കൊല കിട്ടുമ്പോഴും കപ്പ പറിച്ചപ്പോഴും ഇന്നലെ വന്ന് ഞാൻ പറഞ്ഞു ഇനിയും വേണ്ട, ഇനി ഞങ്ങൾ കിച്ചൺ അടച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് അത് തിരിച്ചു കൊണ്ടുപോയത്. സ്നേഹം വളരെ വലുതാണ്. മിനുവിന് ആകെ ദേഷ്യമുള്ളത് മിനുവിനെ കളിയാക്കുന്നതാണ്. അപ്പോൾ ദേഷ്യം ഉണ്ടാകാൻ കാരണം ഒരു സ്നേഹം കൊണ്ട് അതുകൂടെയാണ്. സുനിൽ ഇതിനൊക്കെ പറയുമ്പോൾ ഞാനായിരുന്നെങ്കിൽ എന്റെ തലക്ക് കളിക്കുകയായിരുന്നു. എന്നാൽ സുനിലും ഞങ്ങളുടെ കുടുംബത്തെ അങ്ങനെ സ്നേഹിച്ചുകൊണ്ടാണ് പ്രകാരം നമുക്ക് പറയാനായിട്ട് കഴിയുന്നത്. അതിന്റെ ബന്ധം ഓർക്കുകയാണ്. ബീന ടീച്ചർ പറഞ്ഞ ബീനന്റെ ഒരു അക്കൗണ്ടന്റായിട്ടുണ്ടായിരുന്നു. അവിടെ എത്തുമ്പോൾ എനിക്ക് എങ്ങനെയാണ് ബീനാന്ന് വിളിക്കണം, ടീച്ചറെ വിളിക്കണം എന്നുള്ളൊരു ഭയമുണ്ട്. അതുകൊണ്ട് ചിലപ്പോൾ ബീനാന്ന് വിളിക്കും, ചിലപ്പോൾ ടീച്ചറിന് വിളിക്കും. നാം വളരെ സ്നേഹബന്ധം പുലർത്തുകയും ഇടവകയുടെ കാര്യങ്ങളൊക്കെ അംഗീകരിക്കുകയും ചെയ്തു. അവിടെ മക്കൾ 2 പേരും ഏതെല്ലാം പുസ്തകം കൂടുതൽ വായിച്ചത് ആ വീട്ടിൽ നിന്നെടുത്താണ്. ബാബുചാനലിനും അതുപോലെ തന്നെ സ്നേഹമുള്ള ഒരു കുടുംബമാണ്. അവരുടെ എല്ലാ വിശേഷ ദിവസങ്ങളിലും അവരുടെ മക്കളിലും ഞാൻ കഴിഞ്ഞ പ്രാവശ്യം നിങ്ങളുടെ കുർബാനയാണ് ഇത് പറയുന്നത്. വലിയ സ്നേഹം. സാധാരണ അച്ഛന്മാരൊക്കെ ചില ചടങ്ങുകളിലാണല്ലോ. എന്നാൽ എനിക്ക് തോന്നുന്നു അവരെ ആരെങ്കിലും ഒരാൾ വന്നാൽ എന്നെ വിളിച്ച് ഭക്ഷണം തരികയും സ്നേഹം കാണിക്കുകയും ചെയ്യും. വളരെ പ്രധാനപ്പെട്ടതാണ് അനുവും സിൽസിന്റെയും കൂടെ. അനുവും എനിക്ക് ആരാണ് ചോദിച്ചത്? പറയും. പ്രയാസമാണ്. ഞാൻ ഏത് കാര്യം പറഞ്ഞാലും അതിനെ പോസിറ്റീവായിട്ട്, പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു സഹായം അനുവിനോട് പറഞ്ഞാണ്
എനിക്കൊന്ന് ഇതുപോലെ കൊടുക്കുന്ന ഒരു യുവാവ് ഒരു സംശയമുണ്ട്. അത് മാത്രമല്ല, എൻ്റെ ഏത് കാര്യങ്ങളിലും ഞാൻ പറയാത്ത കുഴപ്പമുള്ളൂ അതൊക്കെ ചെയ്തിരിക്കും. ഞാൻ എന്തെങ്കിലും ചോദിച്ചാൽ ഇപ്പോൾ അനിയനോട് സിൻസിനോട് എനിക്ക് ചോദിക്കാൻ പറ്റും. ഞാൻ ചോദിച്ചാൽ പിന്നെ അവർ കൊണ്ടുതരും. അതിനുള്ള തുക ഭാഗത്തില്ല എന്നുള്ളതാണ്. പങ്കിട്ട ഈശ്വരന്റെ അനുഭവങ്ങൾ, സ്നേഹം, കൂട്ടായ്മ. സിൻസിൽ നമുക്കറിയാം നല്ലൊരു ചെടി വളർത്തൽ വിദഗ്ധയാണ്. സിൻസിനോടാണ് തുറന്ന് ഞാൻ സംസാരിച്ചിട്ടുള്ളതും ഓരോ കാര്യങ്ങൾ പള്ളിയുടെ കാര്യങ്ങൾ വരുമ്പോൾ സിൻസിൽ എങ്ങനെ നോക്കും അങ്ങനെയൊക്കെയാണ്. സിൻസിൽ ആ കുടുംബം, മക്കൾ വന്നിട്ടുള്ള സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. സണ്ണിച്ചാനും സാർമാമയും അതുപോലെ വീടിന്റെ അടുത്ത് ഉള്ളത് കൊണ്ട് തന്നെ അവരും അതുപോലെ എന്നെ സ്നേഹിക്കുകയും ഒരു മകനെ പോലെ പ്രത്യേകിച്ച് അമ്മച്ചിയുടെ സ്നേഹവും കരുതലോടെ ജയിക്കാനായിടയായിരുന്നു. ഇവിടുത്തെ സംഘടനകൾ പ്രത്യേകിച്ച് കോയർ മാമച്ചാൻ പറഞ്ഞ പോലെ എനിക്ക് വലിയൊരു സപ്പോർട്ടാണ്. ഞാൻ വലിയ പാട്ടുകാരനൊന്നുമല്ല, എന്നാൽ വളരെ മനോഹരമായി എൻ്റെ കുർബാന എന്തെങ്കിലും ആയി തീർന്നുവെന്ന് തോന്നുന്നെങ്കിൽ അത് എൻ്റെ കോയരങ്ങളുടെ വലിയ കഴിവാണ് എന്നുള്ളതാണ്. അവരാണ് എല്ലാ കാര്യങ്ങളും നേടുന്നത്. അവരൊരു വലിയ മാതൃകയായിട്ടാണ് ഞാൻ കണ്ടിരിക്കുന്നത്. കോയർ മാത്രമല്ല, സൺഡേ സ്കൂൾ, ഇടതുമിഷൻ, എല്ലാത്തിലും അവരുടെ ഒരു സാന്നിധ്യമുണ്ട്. സീനയും ഷീനയും മേബിളും ഒക്കെ കാണിച്ച ആ സ്നേഹവും കരുതലും. ഷീന ഒരു പഞ്ചായത്ത് മെമ്പറായി ഉയർന്ന വലിയ സന്തോഷമുണ്ട്. ഒരു പെൺകുട്ടി, എൻ്റെ ഒരു വലിയൊരു സ്വപ്നമാണ് സ്ത്രീകൾ, പെൺകുട്ടികൾ വളരുകയായിരുന്നു. അതുകൊണ്ട് എൻ്റെ ഇടവകയിൽ ഒരാൾ ആ തരത്തിൽ വളർന്നത് എനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് അതിൽ നിന്ന് ലഭിച്ച സ്നേഹം. സൺഡേ സ്കൂൾ, അവരുടെ അധ്യാപകർ ഇത്രയും സമർപ്പിതരായ അധ്യാപകരില്ല. ഒരച്ഛൻ പറഞ്ഞ സാധാരണ അധ്യാപകരൊക്കെ പലതുമൊക്കെ പറഞ്ഞു പോവുകയാണ്. എന്നാൽ ഈ ഓൺലൈൻ സമയത്തൊക്കെ ഞാൻ ഓരോരുത്തർ പറയും ഇങ്ങനെ വിളിക്കണമെന്ന് പറയുമ്പോൾ അവരെന്നെയും കൂടെ ചേർത്ത് വിളിച്ച് ക്ലാസ്സുകളൊക്കെ എടുക്കുന്നു. അവരുടെ സ്നേഹം, പ്രത്യേകിച്ച് ഏകന്റെയും ആരന്റെയും ടീച്ചേഴ്സായിരുന്ന സീമയും മുൻസിയും, ആരന്റെ ടീച്ചേഴ്സായിരുന്ന സിൻസിൽ, നിമി, ഇപ്പോൾ സിനിമ, ഇവരോടുള്ള പ്രത്യേകമായ സ്നേഹവും നന്ദി അറിയിക്കുന്നു. ഒരു അച്ഛൻ്റെ ഒരു കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൽ അച്ഛൻ ആ കുടുംബത്തിന്റെ പ്രത്യേകത ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഇവിടെ ഇതിനെ കുറിച്ചും ആരിനെ കുറിച്ചും പറഞ്ഞ എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉത്തരവാദികൾ സൺഡേ സ്കൂൾ ടീച്ചേഴ്സാണ് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. അതുകൊണ്ട് അവര് എൻ്റെ മക്കളോട് കാണിച്ച വലിയ സ്നേഹത്തിനും ഒക്കെ നന്ദി അറിയിക്കുക. ഇവിടുത്തെ കുഞ്ഞുങ്ങൾ വളരെ പ്രിയപ്പെട്ടവരാണ്. 42 വയസ്സായപ്പോഴാണ് ഞാൻ 45 വയസ്സായി. ഇവരുടെ അശ്വിനും അഭിജിത്തും ജോയലും ഡാനിയും അങ്ങനെയുള്ള ഒരു സമൂഹം എനിക്ക് വലിയ സപ്പോർട്ടായി. ഞങ്ങൾ ഒരുമിച്ച് ക്രിക്കറ്റ് കളിക്കുകയും ഒക്കെ വളരെ സ്നേഹത്തോടെ. ഇടവമിഷനും സേവ്യാസംഘവും എൻ്റെ ശുശ്രൂഷയിൽ വലിയ ശക്തമായ നേതൃത്വമായി നമ്മുടെ പ്രാർത്ഥനകൾ. ഇന്ന് ഓമനമാമയ്ക്ക് ശാരീരികമായ പ്രയാസങ്ങൾ കൊണ്ട് വരുവാൻ കഴിഞ്ഞില്ലെങ്കിലും ഓമനമാമയുടെയും സർമാമയുടെയും ലിസ്മാമയുടെയും പ്രത്യേകിച്ച് ശ്രീ അബ്രഹാങ്ങളുടെ അച്ഛൻ്റെ മാമ എല്ലാ ദിവസവും വന്നില്ല, അമ്മാമ്മയുടെ പ്രാർത്ഥനയൊക്കെ വളരെ ശക്തമായിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുകയാണ്. ആ പ്രാർത്ഥനയാണ് എന്നെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് സഹായിച്ചത് എന്ന് ഞാൻ നോക്കുന്നു. ഈ ഇടവകയിലായിരുന്നപ്പോൾ ഈ ലോകത്തിന് വേർപെട്ട് പോകുന്നു, അതെനിക്ക് വലിയ പ്രയാസമാണ്. പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും വലിയ ഉണ്ടാക്കിയാണ് ചാക്കോച്ചാൻ്റെ മരണം എന്ന് പറയുന്നത്. ഒട്ടും പ്രതീക്ഷിക്കാതെ എന്നോട് വളരെ ആഴമായി ബന്ധപ്പെടുകയും എല്ലാ കാര്യങ്ങളും എന്ന് പറയുകയും സംസാരിക്കുകയൊക്കെ ചെയ്ത് പെട്ടെന്നാണ് ആ രോഗം പിടിപെട്ടത് എന്നുള്ളത്. അത് ഇന്നും എനിക്ക് മറക്കാനായിട്ട് കഴിയും. അതുപോലെ തന്നെ പ്രിയ ചെറിയ മത്സ്യൻ്റെ അമ്മ ഇടമരണം, ഇങ്ങനെയുള്ള പ്രിയപ്പെട്ടവരുടെ മരണം ഞാൻ എപ്പോഴും പോകുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഒരു മരണവും ഉണ്ടാകരുത്. കാരണം നമ്മൾ അടുത്തു പോകുമ്പോൾ വളരെ പ്രയാസമാണ്. ഞാൻ അക്ഷരപള്ളി കൊടുത്ത കുഞ്ഞുങ്ങളുണ്ട്, വിവാഹം കഴിപ്പിച്ച ആൺകുട്ടികൾ, പെൺകുട്ടികൾ, എല്ലാവർക്കും ആ ശുശ്രൂഷയൊക്കെ സമ്മതിക്കുവാൻ കഴിഞ്ഞത് വളരെ അനുഗ്രഹമായിട്ട് കരുതുകയാണ്. പൊതുവായി നമ്മുടെ ഇടവകയിലേക്ക് വന്ന ജോസ്റ്റാൻ കുടുംബം
അവരുടെ സ്നേഹം താല്പര്യം വളരെ സംസനീയമാണ്. ഞാനെപ്പോഴും പറയും, ഞാൻ ഇടവകയിലേക്ക് വരുന്നത് എന്തെങ്കിലും നിങ്ങളെ പഠിപ്പിക്കാനായിട്ടല്ല, നിങ്ങളിൽ നിന്ന് അനേക കാര്യങ്ങളെ പഠിക്കാനായിട്ടാണ്. ഞാൻ അങ്ങനെയാണ് എല്ലാം ചെയ്തത്. ബൈബിളൊക്കെ നമ്മൾ അറിയാവുന്നത് പറഞ്ഞു തരിക എന്നുള്ളത് ഉപരിയായി പല നല്ല ജീവിതങ്ങളെയും കണ്ടുപിടിക്കാനായിട്ട് സാധിച്ചു. അതിലൂടെ ജീവിക്കുന്നതിലൂടെയാണ് എന്തെങ്കിലുമൊക്കെ നന്മ എന്നെക്കുറിച്ച് കേൾക്കുന്നെങ്കിൽ അറിയുന്നെങ്കിൽ അതെല്ലാം സംഭവിച്ച മറ്റുള്ളവരിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ് എന്നുള്ളതാണ്. എല്ലാവരുടെയും ഒരു കൂട്ടുകാരനാകാനായിട്ടാണ് ഞാൻ എപ്പോഴും ആഗ്രഹിച്ചത്. എല്ലാവർക്കും അങ്ങനെ ഞാൻ ആകാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ചിലർക്കൊക്കെ കൂട്ടുകാരനാകാൻ സാധിച്ചിട്ടില്ല. അതിൽ ഒരു വേദനയുണ്ട്. അതിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ കുറവല്ല, എനിക്ക് അത്രയും ഇടപെടാനായിട്ട് കഴിയാത്തവരുണ്ട്. അതിൽ 1-2 പേരാണ് നമ്മുടെ മാമച്ചാനും ലിനോയും സീമയുടെ പിതാവ് ബിജു, അങ്ങനെയുള്ള കുറെ വിനോദ്, അങ്ങനെയുള്ളത്. അവരെ കുറിച്ച് മനസ്സിലാക്കുമ്പോഴാണ് അവരൊക്കെ എത്രയോ ഉയർന്നവരാണ് എന്നൊക്കെ തിരിച്ചറിയാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അങ്ങനെയുള്ളവരോട് കൂട്ടുകൂടാൻ കഴിഞ്ഞില്ലല്ലോ, കൂടുതൽ അടുക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതൊരു വലിയ വേദനയാണ്. അതെന്റെ കുഴപ്പമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അവരുടെ ഒരു പ്രയാസമായിട്ടല്ല. അതുകൊണ്ട് അങ്ങനെ കഴിയാതെ പോയത് എൻ്റെ ഒരു വലിയ ദുഃഖമാണ്. എഴുതി വെച്ചിട്ടുണ്ട് പറയാനാണ്. അതുകൊണ്ട് എല്ലാവരും കാണിച്ച ആളുടെ പ്രത്യേകമായ സ്നേഹം പ്രത്യേകമായി ഓർക്കുന്നു എന്ന് അറിയുന്നു. സാമൂഹ്യാന ജിൻസി, അവരുടെ കുടുംബം സാമൂഹ്യാന ഇതുപോലെയാണ്. എന്തുണ്ടായാലും ആദ്യം അച്ഛന് കൊടുക്കുന്ന ഒരു പതിവുണ്ട്. ആ സ്നേഹത്തെ പ്രത്യേകമായി ഓർക്കുകയും അതുകൊണ്ട് നിങ്ങളുടെ ഓരോന്നിനും ഓരോ കാര്യങ്ങൾക്കുള്ള പ്രത്യേകമായ സ്നേഹം അറിയിക്കുന്നു. സൂം മീറ്റിംഗിൽ കൂടുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ഇടയിൽ നിന്ന് പുറത്തു പോയ കുഞ്ഞുങ്ങൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, അവർ കാണിക്കുന്ന ആ വലിയ സ്നേഹം അതെപ്പോഴും ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവർ കാണിച്ച കരുതൽ, നിങ്ങൾ പലരും അറിയാതെയാണ് ഇടവയുടെ ഓരോ കാര്യങ്ങൾക്കും അവരുടെ സഹായം എനിക്ക്. ഞാനൊരു പല കാര്യങ്ങളും വാട്സപ്പിൽ ഇടുമ്പോൾ അതിന്റെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞ ഒരെണ്ണം മറന്നു വെച്ചാൽ ആർക്ക് വേണ്ടി എഴുതി എത്ര രൂപ വേണം, ഇത് മാത്രമാണ് ചോദിച്ചത്. അങ്ങനെയാണ് നമ്മൾ പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് സാധിച്ചത്. അതുകൊണ്ട് അവർ കാണിച്ച പ്രത്യേകമായ സ്നേഹത്തെ ഞാൻ ഓർക്കുകയും എൻ്റെ ശുശ്രൂഷയിൽ ഏറ്റവും നന്ദി പറയുന്നത് ഒരാളാണ് മിനുവും കുഞ്ഞുങ്ങൾ. നമുക്കറിയാം, ഇടവയിൽ വലിയ പ്രയാസങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളെ ആരാധനയെ സംബന്ധിച്ചും ഒക്കെ ഉണ്ടാകുമ്പോൾ, പ്രത്യേകിച്ച് ഈ പോകുന്ന സമയത്തുണ്ടാകുന്ന എനിക്ക് വലിയ ടെൻഷനൊക്കെ ഉണ്ടാകും. എനിക്ക് തോന്നുന്നു മിനു കുറെ എനിക്ക് സഹിക്കുന്നു. അതുകൊണ്ട് എൻ്റെ ശുശ്രൂഷയെ കൈത്താങ്ങലായി നിങ്ങൾ പറഞ്ഞ പോലെ നിന്നത് ഞാൻ ഓർക്കുകയാണ്. എന്താണ് ഇനി പറയേണ്ടത് എന്നറിയില്ല. എല്ലാത്തിനും പ്രത്യേകമായ സ്നേഹവും നന്ദിയും ഞാൻ അറിയിക്കുന്നു. ഇനി ഞാൻ പോകുന്ന ഇടം വാത്തിക്കുളം എന്നുള്ളതാണ്. ഞാനിപ്പോ ഇതിന്റെ ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങളെ കുറിച്ച് ഓർക്കാത്ത സമയങ്ങളിൽ ഞാൻ വാത്തിക്കുളത്തെ പറ്റിയാണ് ചിന്തിക്കുന്നത്. പ്രശ്നമുള്ള സഭയായിട്ടല്ല, എന്നാൽ എല്ലായിടത്തും എനിക്ക് വലിയൊരു ഭയമാണ് ഉണ്ടാകുന്നത്. ഒരു പുതിയ സ്ഥലം എനിക്ക് ഭയം നിറഞ്ഞതാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാകണം എന്ന് ഞാൻ ഓർമ്മിക്കുകയാണ്. ജോൺ ടി തോമസ് അച്ഛൻ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളത് സന്തോഷം. മാറാൻ കാരണം 1 വർഷം കൊണ്ട് നിൽക്കാമായിരുന്നു. എന്നാൽ മാറാൻ കാരണം ലിജു അച്ഛൻ ഇങ്ങോട്ട് വരുന്നു എന്നുള്ളതാണ്. ഞാൻ ഓർത്തു എൻ്റെ ഒരു സാലറിയൊക്കെ വളരെ കൂടുതലാണ്. ലിജു അച്ഛൻ വരുമ്പോൾ അത് കുറച്ച് നിങ്ങളുടെ ഇടവക്കാരൊന്നും അത് ചിന്തിച്ചില്ല. എന്തായാലും എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഒന്ന് മാറിയാൽ എന്നുള്ളൊരു ചിന്തയായിരുന്നു. എന്നാൽ അത് ഇപ്പോൾ നടക്കാത്ത സ്ഥിതിയാണെങ്കിൽ പോലും അതാണ് എന്നെ ഒരു 5 വർഷം നിൽക്കാൻ ഞാൻ കൂടുതൽ തിരുമേനിയെ സ്ട്രെസ് പുലർത്താനൊരു കാരണം എന്ന് മാത്രം പറയുകയാണ്. അതുകൊണ്ട് പുതിയ അച്ഛൻ കുടുംബമായി തൊട്ടടുത്ത നിങ്ങൾക്ക് പരിചയമുള്ള അച്ഛനാണല്ലോ. അച്ഛൻ്റെ ശുശ്രൂഷ ഇടവയ്ക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. 30-ാം തീയതി ഞാൻ പടിയിറങ്ങുമ്പോൾ ഇനി ഞാൻ നിങ്ങൾക്ക് അച്ഛനല്ല, നിങ്ങളുടെ മകനും നിങ്ങളുടെ സഹോദരനും പ്രിയപ്പെട്ടവരുമാണ്. പറയാൻ കാരണം ഇനിയും ഇടവകയുടെ ഒരു അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ എൻ്റെ ചിന്തയിലില്ല.
നിങ്ങൾ നന്നായിരിക്കുന്നു, നിങ്ങൾ സുഖമായിരിക്കുന്നു, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ അനുഗ്രഹീതരായോ, ഇത് മാത്രമാണ് എനിക്ക് അറിയേണ്ടത്. അതറിയാൻ സാധിക്കുമ്പോൾ വലിയ സന്തോഷം എൻ്റെ ജീവിതത്തിലുണ്ടാകും, നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് നിങ്ങൾക്കറിയാനുള്ള എല്ലാ സ്നേഹത്തിനും കരുതുന്നു. ഒരു പിതാവിനെ പോലെ, തമ്മിച്ചാനെ പോലുള്ള, അമ്മച്ചിയെ പോലുള്ള ഒരു പിതാവും മാതാവിനെ പോലെ എനിക്ക് വല്യമ്മച്ചിയും അപ്പച്ചനൊക്കെ നഷ്ടപ്പെടും. എല്ലായിടത്തും എനിക്ക് ലഭിക്കുന്നത് അങ്ങനെയുള്ള വലിയ സ്നേഹമാണ്. അതിനേക്കാൾ ഉപരിയായി എൻ്റെ കൂട്ടുകാരായി, സഹോദരങ്ങളായി എല്ലാവരെയും ഞാൻ അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ കാണുക. സഹോദരങ്ങളായി നിന്നതിന്, സ്നേഹിച്ചതിന് പ്രത്യേകമായ നന്ദിയും സ്നേഹവും അറിയുകയാണ്. തുടർന്നും ബലഹീനനാകുന്ന എന്നെ നിങ്ങൾ ഓർക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ വലിയ കഴിവുള്ള അച്ഛനായ നിങ്ങൾ ഒരിക്കലും എന്നെ കാണത്തില്ല. കാരണം അങ്ങനെയുള്ള ഒരു കഴിവ് എനിക്കില്ല. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാൻ പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ ഞാൻ നിശബ്ദനായി ശുശ്രൂഷ ചെയ്യുന്നു. ആ ശുശ്രൂഷ മറ്റുള്ളവർക്ക്, ചെറിയ കൂട്ടുകാർക്ക് അനുഗ്രഹമായി തീരണം എന്നുള്ളതാണ്. നിങ്ങൾ പറഞ്ഞ പോലെ എന്നെ ഏറ്റവും സന്തോഷിപ്പിച്ച ഒരു കാര്യം, ഞാൻ ഇതൊന്നും അറിയാതെ ചെയ്തതാണ്, എൻ്റെ കുഞ്ഞുങ്ങളെ മധുപാതയിലേക്ക് കയറ്റുവാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അവരുടെ സ്നേഹം. സാധാരണ ഈ ടീനേജ് അശ്വിനൊക്കെ ഞാൻ എത്രയോ വടക്കുകൾ പറഞ്ഞിട്ടുണ്ട്. സാധാരണ അവരൊന്നും എൻ്റെ അടുക്കരുത്. ജോയലിന് ആദ്യമൊക്കെ കുറെ ദിവസം ഉണ്ടായിരുന്നു ജോയൽ എന്നോട് അടുക്കും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ, ഒരു അച്ഛൻ ഇങ്ങനെ പറയുമ്പോൾ, വീഡിയോ കളിക്കരുത് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര എതിർപ്പാണ്. എന്നാൽ അശ്വിനും ഇവരൊക്കെ കാണിച്ച ആ സ്നേഹം, അവർ മധുബയിലേക്ക് അടുത്തു എന്നുള്ളത് വളരെ സന്തോഷകരമാണ്. ഇനി ഞാൻ മാമച്ചാനെ ആ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. ആ കുഞ്ഞുങ്ങൾ ദൈവകൃപയിൽ വളരുക, ഈ ഇടവക അവർക്ക് പ്രോത്സാഹനം നൽകണം, അവരെ വളർത്തണം എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ്. നിങ്ങളോട് പങ്കിട്ട വളരെ നല്ല നല്ല നിമിഷങ്ങളുണ്ട്. അതിൽ കുറേ ആണ് ഞാൻ ഇതിലിട്ടത്. ഞാൻ മിക്കവാറും ഈ രാത്രിയിൽ ഉറക്കം വരാതൊക്കെ ഇരിക്കും, ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നോമ്പിന്റെ അനുഭവങ്ങൾ, നോമ്പിന്റെ പ്രാർത്ഥനകൾ നടക്കുവാനായിട്ട് കഴിയില്ല. എല്ലാ കുടുംബങ്ങളിലും പോയി എന്തോ ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഞാൻ വലിയ ഒരു കഴിവുള്ള മനുഷ്യനല്ല. ദൈവം അന്ന് എനിക്ക് അറിവ് എന്നാണ്, ഇങ്ങനെ 5 പേട്ടുകാരെ തീരുമാനിക്കണം, ഞാൻ തന്നെ ചിന്തിച്ചു എങ്ങനെ നടക്കും. പക്ഷെ ദൈവത്തിന്റെ ആലോചന, എൻ്റെ ഒരു ആലോചനയും ഒരിടത്തും ഉണ്ടായിട്ടില്ല. എല്ലാം നിങ്ങൾ പോലും ചില വിഷയം ഉടനെ പറഞ്ഞാൽ എങ്ങനെ നടക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ അതൊക്കെ ദൈവത്തിന്റെ ആലോചനയാ. ദൈവം എന്നെ സ്ട്രെസ് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്രിസ്മസിന്റെ കാര്യങ്ങൾ, പല കാര്യങ്ങളും ഞാൻ നടക്കാം, നിങ്ങൾ പറയുമ്പോൾ അതിനേക്കാൾ കൂടുതൽ ഇത് നടക്കുകയില്ല എന്ന് വിചാരിക്കുന്നു. പക്ഷെ ദൈവം എന്നെ സ്ട്രെസ് ചെയ്യുന്നു, അത് ഞാൻ നിർബന്ധിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ കഴിവായിട്ട് ഇതൊന്നും കാണുന്നില്ല. ടൂർ പ്രോഗ്രാമുകൾ വളരെ സന്തോഷകരമായിരുന്നു, ആനന്ദകരമായിരുന്നു. ഇവയെല്ലാം വലിയ ഓർമ്മയായി സൂക്ഷിക്കുന്നു, അത് മറന്നുപോവുകയില്ല എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. തുടർന്നും കുറേ സമയമായും തോന്നും എല്ലാവരോടും, പ്രിയപ്പെട്ട എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. പ്ലാറ്റ്ഫോമിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ ശ്രദ്ധിക്കുന്നവരുണ്ട്. എല്ലാവരും എന്നെ സ്നേഹിച്ചത്, ഞങ്ങളുടെ കുടുംബത്തെ സ്നേഹിച്ചത്, കുഞ്ഞുങ്ങളെ സ്നേഹിച്ചതിന് പ്രത്യേകമായ നന്ദി സ്നേഹം ഓർക്കുന്നു. ഞങ്ങൾ ഒരിക്കലും ഓർക്കുമ്പോഴൊക്കെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെപ്പോഴും പ്രാർത്ഥനയിൽ ഓർക്കും. എല്ലാ സംഘടനകൾക്കും, എല്ലാ സ്നേഹിതർക്കും, എല്ലാവർക്കും പ്രത്യേകമായ നല്ല വാക്കുകൾ പറഞ്ഞ പോലെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് എല്ലാവരോടുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ചോദിച്ചാൽ കുടുംബം എനിക്ക് വളരെ പ്രിയപ്പെട്ടതായി മാറിയ ഒരു സാഹചര്യമാണ്. അവസാനം എനിക്ക് തോന്നുന്നു ഈ 4 വർഷം ഇരുന്നപ്പോൾ എനിക്ക് അവസാനം ലഭിച്ച ഏറ്റവും സന്തോഷകരമായ അനുഭവമാണ് ജോയിച്ചാലിനെ പറയുന്നത്. ജോയിച്ചാലിനെ പോലെ ഒരു പിതാവിനെ ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജോബിനുമായുള്ള കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഇട്ടപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, എടാ ഇതുപോലെ ഒരു അപ്പനെ കിട്ടാനായിട്ട് പ്രയാസമാണ്, ഇന്നും അധ്വാനിക്കുകയും ചെയ്യുക. അതുകൊണ്ട് അവരുടെ ഒരു കുടുംബകാര്യത്തിൽ ഇടപെടാനും ജോയിച്ചാലിനോട് എനിക്ക് വളരെ പിതാവിനെ പോലെ ഇടപെടാനായിട്ടൊക്കെ കഴിഞ്ഞതും ജോബിനെ അങ്ങനെ വിവാഹ ജീവിതത്തിലേക്കൊക്കെ പ്രവേശിക്കുവാനും കഴിഞ്ഞത് വലിയ സന്തോഷത്തിന്റെ, വലിയ ആനന്ദത്തിന്റെ ദിനമാണ്. ആദ്യം ഞാൻ ജോയിച്ചാലിനോട് ദേഷ്യപ്പെട്ടാണ് തുടങ്ങിയത്. എന്നാൽ അവസാനം നമ്മൾ ജോബിനോട് ദേഷ്യപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞാൽ ആ പിതൃ സഹോദര സ്നേഹം അത് മറക്കുവാനായിട്ട് കഴിയും. ഇങ്ങനെ എല്ലാവരെയും കുറിച്ച് കഥകളുണ്ട്, സ്റ്റോറികളുണ്ട്. ആ സ്റ്റോറികളുമായിട്ടാണ് ഞാൻ പോകുന്നത്. അതുകൊണ്ട് അത് എനിക്ക് വില നൽകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. പ്രത്യേകിച്ച് ഇന്ന് ഈ പ്രോഗ്രാം ക്രമീകരിച്ച എല്ലാവരോടും ഉള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ശ്വേതയും ദീപിയും മനുഷ്യനുമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അവരെ ഭംഗിയായി ചെയ്യുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു.
എല്ലാവരോടും ഒരിക്കൽ കൂടെ നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഒരു മകനായി സഹോദരനായി ഞാൻ ഉണ്ടാകും. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആദ്യമായി ഈ നീളമുള്ള സമയത്ത് ഇത്ര പേർക്ക് ഈ യാത്രയ്ക്ക് സമ്മേളനത്തിൽ ഒന്നിച്ചു കൂടുവാൻ സഹായിക്കാൻ ദൈവമന്ത്രിയാണ് ആദ്യമായി നമ്മുടെ അധ്യക്ഷനാണ് വൈസ് പ്രസിഡന്റായി ചുമതലയുള്ള എ തമ്പിച്ചായൻ അധ്യക്ഷനായിരുന്നു. നമ്മുടെ ഇടവകയ്ക്ക് ആദ്യമായും ഭൗതികമായും വളരെയേറെ സഹായിക്കുന്ന വ്യക്തിയാണ് തമ്പിച്ചാൻ. ഇപ്പോൾ ശാരീരികമായി അല്പം ക്ഷീണമൊക്കെ നിലനിൽക്കുന്നു. അതൊന്നും ഭഗവത്കാരാണ് നമ്മുടെ ഇടവകയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത്. മുൻകാലങ്ങളിൽ ഇടവകയുടെ ചുമതലകളിലൊക്കെ സജീവമായി ആയിരുന്നു. സാമ്പത്തികമായി എന്തെങ്കിലും ആവശ്യം പറഞ്ഞാൽ തമ്പിച്ചാൻ മുന്നിൽ നിൽക്കുമായിരുന്നു. ഇടവകയ്ക്ക് തന്നിട്ടുള്ള എല്ലാ നല്ല പ്രവർത്തികൾക്കും തമ്പിച്ചാനെ ഇടവകയുടെ നന്ദി അറിയിച്ചുകൊള്ളു. അടുത്തതായി നമ്മുടെ വികാരിയത്തിന് 4 വർഷം നമുക്ക് സേവനം അനുഷ്ഠിച്ചു. നമ്മുടെ സഭയുടെ പ്രധാന അനുസരിച്ച് 3 വർഷം കൂടുമ്പോൾ നിർബന്ധമായും ട്രാൻസ്ഫർ ലഭിക്കുകയോ നമ്മുടെ പ്രത്യേക സാഹചര്യം അനുസരിച്ച് നമുക്ക് 1 വർഷം കൂടി അതിൻ്റെ സർവീസ് നീട്ടിത്തന്നു. ഈ 4 വർഷം അച്ഛൻ ഇടവകയുടെ ആത്മീയവും ഭൗതികവുമായ ഇടവകയ്ക്ക് ആത്മാർത്ഥമായി സത്യസന്ധമായി പ്രവർത്തിച്ചു എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, യാഥാർത്ഥ്യവുമാണ്. അച്ഛൻ വരുന്നതിന് മുമ്പ് ഇവിടെ അച്ഛൻ്റെ ശമ്പളം കൊടുക്കുന്നതിനും കറണ്ടിക്കാൻ കഴിക്കുന്നതിന് പോലും പണം ബുദ്ധിമുട്ടിലായിരുന്നു മാസാവസാനം. എന്നാൽ മാസവരിയൊന്നും വർദ്ധിപ്പിക്കാതെ തന്നെ അച്ഛൻ്റെ ചില നിർദ്ദേശങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോയപ്പോൾ ഇപ്പോൾ ഇടവകയ്ക്ക് 3 ലക്ഷത്തിൽ പരം രൂപ മിച്ചം വയ്ക്കുവാൻ സാധിച്ചു. അത് അച്ഛൻ്റെ ടെക്നിക്ക് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇടവകയുടെ ആത്മീയ ഭൗതികമായ പ്രവർത്തിക്ക് അച്ഛൻ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു. യുവജനങ്ങളെ സംഘടിപ്പിച്ച് മധുവായ കാര്യങ്ങളൊക്കെ ശീലിപ്പിക്കുന്നതിനും യുവജന സഖ്യം കൂടുന്നതിനൊക്കെ അച്ഛൻ യുവജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. അത് വിജയമായിരുന്നു. അവരെ അതിനൊക്കെ പ്രാപ്തരായി വരികയാണ് എന്ന് പറയാം. അതുപോലെ അച്ഛൻ്റെ പാർസനേജിൽ ചെന്നാൽ അച്ഛൻ ഒരു ചെടിയെ സ്നേഹിക്കുന്ന ആളാണ്. എന്തെല്ലാം ചെടികളാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു അച്ഛൻ കൂടിയാണ്. നമ്മുടെ ഇടവ വികാരി എന്നതുപരി നമ്മുടെ കുടുംബത്തിൻ്റെ ഒരു അണ്ണം പോലെയാണ് അച്ഛൻ നമ്മൾക്ക് ആയിരിക്കുന്നത്. അച്ഛന് പുതിയ ഇടവകയിൽ അനുഗ്രഹീതമായ സേവനം ചെയ്യുവാൻ ദൈവത്തിനെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അച്ഛനെ ഇടവകയുടെ പേരുള്ള നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. കൊച്ചമ്മ 4 കൊല്ലം മുമ്പ് വന്നപ്പോഴുള്ള വചനമല്ല ഇപ്പോഴും. അന്ന് മലയാളം കൈകാര്യം ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായിരുന്നു. മലയാളം പാട്ട് പാടാനും ഒന്നും വശമില്ലായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥനായോഗങ്ങളിലൊക്കെയും ഗാനശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്നത് വചനയാണ്. അതുപോലെ ക്രിസ്മസ് ഗാനം മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതിന് നേതൃത്വം നൽകി. ക്രിസ്മസ് കരോൾ സർവീസിന് പാട്ട് പാടുന്നതൊക്കെ നേതൃത്വം നൽകി. കൊയറിന് നേതൃത്വം നൽകിയിരിക്കുന്നു. ഇപ്പോൾ മലയാളം നല്ലതുപോലെ പാട്ട് പാടുന്നു, നേതൃത്വം നൽകുന്നു. ഇതിൻ്റെ പൂർണ്ണ അടുത്ത ഇടവകയ്ക്കാണ് ലഭിക്കാൻ പോകുന്നതെന്ന് ഞാൻ കരുതുന്നു. നമുക്ക് ലഭിച്ചില്ല എന്നല്ല, ഇപ്പോൾ സജീവമാണ്. കൊച്ചമ്മയ്ക്ക് ഇടവകയുടെ പേർക്കുള്ള നന്ദി സ്നേഹം അറിയിച്ചിട്ടുണ്ട്. കുഞ്ഞുങ്ങൾ ഇടവക ഇവിടെ ശുശ്രൂഷകളില്ല. പള്ളി തുറക്കുന്നതിനോ അടയ്ക്കുന്നതിനോ ഒന്നും ശുശ്രൂഷകളില്ല. എന്നാൽ ചുമതലക്കാർ വരുന്നതിന് മുമ്പ് തന്നെ കുഞ്ഞുങ്ങൾ വന്ന് പള്ളി തുറന്ന് വേണ്ട കാര്യങ്ങളൊക്കെ ക്രമീകരിക്കുന്നതായിട്ട് ഞങ്ങൾ കാണുന്നത്. അതിനെ കുഞ്ഞുങ്ങളോട് വളരെ നന്ദി ഞങ്ങൾ അറിയിക്കുന്നു. കുഞ്ഞുങ്ങൾ നമ്മുടെ ഭവനങ്ങളിലൊക്കെ വന്നാൽ അത്
നമ്മുടെ മാനത്തിലെ ഒരു അംഗത്തെ പോലെയാണ് സ്വാതന്ത്ര്യ വാക്കാട്. അവരത്രയ്ക്ക് നമ്മളുമായിട്ട് അടുത്തു എന്നാണ് എൻ്റെ അർത്ഥം. അവരുടെ എല്ലാം സ്നേഹം നമുക്കുമുണ്ട്, നമ്മുടെ സ്നേഹം അവർക്കുമുണ്ട്. നമ്മളെ എല്ലാം ഒരുപോലാണ് കാണുന്നത്. നമുക്ക് എല്ലാ രീതിയിലും നമ്മുടെ ഭവനത്തിലുണ്ട്. അങ്ങനെയാണ് അവരുടെ ഭവനത്തിൽ വന്നാലെ ഇടപെടുന്നത്. അതുപോലെ കൊച്ചമ്മ നമ്മളെ വാസനയിൽ ചെന്നാലെ ഉചിതമായി സൽക്കരിക്കുന്നതിനെ കത്തുന്ന മിടുക്കിയാണ്. പുതിയ പുതിയ പ്രകാരങ്ങളൊക്കെ തരും, പുതിയ പുതിയ പാനീയങ്ങളൊക്കെ തരും. അവിടെ വാസനയിൽ പോയിട്ടുള്ളവർക്ക് അത് അനുഭവിക്കാൻ, ആ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ കരുതുന്നു. എനിക്ക് പരമാവശ്യം ആ സന്തോഷം അനുഭവിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് ഞാൻ ഇപ്പോൾ പ്രസ്താവിച്ചു. ഈ വൈകിയ സമയത്ത് അധികം സമയം ദീർഘിക്കുന്നില്ല. അച്ഛൻ്റെ യാത്രയായിട്ട് ഇത്രയേറെ ഭംഗിയായി നടത്തുവാൻ ദൈവത്തിനെ സഹായിച്ചു. വന്നുകൂടിയിരിക്കുന്ന എല്ലാ ഇടവകജനങ്ങൾക്കും ഇടവേളകൾക്കുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. പാട്ടുപാടി സഹായിച്ച കുഞ്ഞുങ്ങൾക്ക് ഇടവേളകൾക്കുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവർക്കും ഒരിക്കലും കൂടി നന്ദി അറിയിച്ചോട്ടെ ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിച്ചു കൊള്ളുന്നു. രണ്ട് കാര്യങ്ങൾ പെട്ടെന്ന് പറയാണ്. ഞാൻ പറയാൻ വിട്ടുപോയത് എഴുതി വെച്ചാണ്. ഒന്ന് ജിനുവിൻ്റെ കാര്യമാണ്. ഞങ്ങളാണ് ഒരുമിച്ച് ക്രിക്കറ്റ് കളിച്ചിരുന്നത്, ജിനുവും എല്ലാവരും. അതുകൊണ്ട് ആ മിറ്റ് ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഈ ജീവിയൊക്കെ ശ്വേത ആണ് നമ്മുടെ BBS എന്ന ക്ലാസ് നൽകുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നത്. എപ്പോഴൊരു കാര്യം പറഞ്ഞാലും അശ്വിനും ഈ 3 പേരാണ് എനിക്ക് എല്ലാ തരത്തിലുള്ള കൈകാര്യം നൽകുന്നത്. ദീപ യൂണിവേഴ്സിറ്റിയുടെ ട്രസ്റ്റിയായിട്ടുള്ളവരുണ്ടായിരുന്നു. വലിയ കഴിവുള്ളവരാണ് ഇവരെല്ലാം. ഞാൻ മാതാപിതാക്കളോട് പറയാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും കഴിവുള്ളവരാണ്. അവരെ വളർത്താനായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അവർ കാലത്തിൽ അറിഞ്ഞ് അവർ വളർത്തണം എന്ന് ഓർമ്മിക്കുന്നു. എല്ലാവരും ഒരിക്കലും കൂടെ സ്നേഹിക്കുന്നു. പ്രാർത്ഥന. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ ഈ സന്ധ്യയ്ക്കായ സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ക്രിസ്തുവിനെ ഒരുമിച്ച് കൂടുവാനും ഞങ്ങൾക്ക് സ്തോത്രം അർപ്പിക്കാനും നിനക്ക് നന്ദി കരയിക്കുവാനും നന്നവരെ കൃപകൾക്കായ സ്തോത്രം. കർത്താവേ, വിലക്കിനിടാവുന്ന ഞങ്ങളുടെ കഴിഞ്ഞ 4 വർഷത്തെ ശുശ്രൂഷയും നിന്റെ കൃപ ധാരാളമായിട്ട് അനുഭവിക്കാൻ ഞങ്ങളെ അവിടെ സഹായിച്ചു. നിന്റെ സ്നേഹവും നിന്റെ കരുതലും വിലകിനടായി ഞങ്ങൾ അനുഭവിച്ചു. എല്ലാത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ ഈ ഇടവകയിൽ വന്ന നാൾ മുതൽ ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ഞങ്ങളെ കുടുംബാംഗങ്ങളെ പോലെ കരുതുകയും ഞങ്ങളെ ബഹുമാനിക്കുകയും ഞങ്ങളെ ആദരിക്കുകയൊക്കെ ചെയ്ത എല്ലാ കുടുംബങ്ങളെയും ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അടിയിലെ പിതാവ് നഷ്ടപ്പെട്ടു, ഗ്രാൻഡ് പാരൻസ് നഷ്ടപ്പെട്ടു. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെയൊക്കെ അടിയൻ കടന്നുപോയപ്പോൾ ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നൊക്കെ ഞങ്ങൾ അകന്ന് താമസിക്കേണ്ടി ഇവിടെ ശുശ്രൂഷ ചെയ്യേണ്ടി വന്നപ്പോൾ കർത്താവേ, ഞങ്ങളുടെ മാതാപിതാക്കന്മാരെക്കാൾ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുകയും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്ത നിന്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കുന്നു. ദൈവമേ, നീ ഞങ്ങൾക്ക് വേണ്ടി മുന്നമേ ഈ ദേശത്തോട് ഒരുക്കി അനുഗ്രഹിച്ച് തന്നതോർത്ത് സ്തോത്രം. പ്രിയപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച അകൃതമായ സ്നേഹത്തിനായ കൃപകൾക്കായ സ്തോത്രം. കർത്താവേ, അവർ തന്ന ഭക്ഷണപദാർത്ഥങ്ങൾക്കായി, അവർ തന്ന സ്നേഹത്തിനായി, കരുതലിനായി, രുചികരമായ പാനീയങ്ങൾക്കായി, ദൈവകരുതലിനായി, അവരുടെ ഇടങ്ങളെ ഞങ്ങൾക്ക് വേണ്ടി ഭാവിച്ചു തന്നതിനായി സ്തോത്രം. കർത്താവേ, അടിയങ്ങളിൽ നിന്നൊന്നും യോഗ്യതയിലുള്ളവരല്ല എന്ന് നീ അറിയുന്നല്ലോ. നീ അടിയങ്ങളെ ശുശ്രൂഷയ്ക്കായി വിടുകയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ഈ ദേശത്ത് ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെ ശക്തീകരിക്കുകയും ചെയ്തല്ലോ. നിന്യമായ മൺകെട്ട ആയിരുന്നിട്ടും അവിടെ ഞങ്ങളെ നിന്റെ മക്കളുടെ സ്നേഹത്താൽ അനുഗ്രഹിച്ചതോ അതുമായി ഉദാസ ചെയ്യുവാൻ, ആരാധന അനുഷ്ഠിക്കുവാൻ ബലപ്പെടുത്തി തോർത്ത് സ്തോത്രം. കർത്താവെ, എല്ലാത്തിനും നന്ദി പറയുവാൻ, സ്തോത്രം ചെയ്യുവാൻ, ഈ കരുതലും സ്നേഹവും ഒന്നു പോകാതെ സൂക്ഷിപ്പാൻ ഞങ്ങളായിരിക്കുന്നത് നല്ല ബന്ധങ്ങളിലാണെന്നും ഞങ്ങളാകേണ്ടത് നല്ല ബന്ധങ്ങളിലാണെന്നും ഞങ്ങളെ അവർ ഓർമ്മിപ്പിക്കണമേ. വീണ്ടും നന്ദിയോടെ സ്തുതിക്കുന്നു. പ്രിയ
മാതാപിതാക്കളിലൂടെ ലഭിച്ച, പ്രിയ സഹോദരങ്ങളിലൂടെ ലഭിച്ച, പ്രിയ വൈദ്യങ്ങളിലൂടെ ലഭിച്ച എല്ലാവരുമായ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾ പോകുന്ന ആളിടം അവിടുന്ന് എന്നെ ഞങ്ങൾക്ക് ഒരുക്കണമേ. നിന്റെ മക്കളുടെ പ്രാർത്ഥന വലിയ കോട്ടയായിരിക്കണമേ. ഞങ്ങളെ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതുതായി കർത്താവേ, അനുഗ്രഹീതമായ ഒരച്ഛനെ ഇടവയിലേക്ക് കടന്നു വരുന്നു. അച്ഛന്റെ ശുശ്രൂഷ ഏറ്റവും അനുഗ്രഹമാക്കണമേ. കർത്താവെ, ഒരുമിച്ച് പ്രവർത്തിപ്പാനും ഒരുമിച്ച് സ്നേഹിപ്പാനും കരുതുവാനും ഒക്കെ ഞങ്ങൾ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ നല്ല ഓർമ്മകളെയും ഞങ്ങൾ ഇപ്പോൾ ഓർക്കുവാൻ നിന്നെ സ്തുതിപ്പാൻ ഇടയാക്കണമേ. ഈ സന്ധ്യകൾ ഞങ്ങൾ തന്ന നല്ല സന്തോഷങ്ങൾക്കായി ദൈവങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. മടങ്ങി പോകുമ്പോൾ നിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണമേ. വേദനകളിൽ നിന്നും പ്രയാസത്തിൽ നിന്നും ഒക്കെ ഞങ്ങളെ വിടുവിച്ചു കൊടുക്കണമേ. സത്യത്തോടെ അയക്കാൻ ഇടയാക്കണമേ. യോഗത്തിന്റെ അധ്യക്ഷനായിരുന്ന വമ്പിച്ചാനായിട്ട് പ്രാർത്ഥിക്കുന്നു. അനാരോഗ്യം ഉണ്ടായിട്ടും കർത്താവേ, വലിയ സ്നേഹം പിതാവെന്ന നിലയിലേക്കാണ് സ്നേഹത്തിനായി ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ഇതിനെല്ലാം എതിരിപ്പാൻ കൊടുത്ത എല്ലാ ദൈവങ്ങൾക്കായി വരവിനായി സ്തോത്രം ഞങ്ങളെല്ലാവരും ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അടുത്ത യാത്രയിൽ പുതിയ അച്ഛന്റെ വരവിലോകത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണേ. ഞങ്ങളെല്ലാവരും അനുഗ്രഹിച്ച് വഴി നടത്തണമെന്നാണ് യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. പ്രിയ ദൈവത്തിന്റെ കൃപയും അനുഗ്രഹങ്ങളും പ്രിയരെ നിങ്ങളുടെ എല്ലാ അനുഗ്രഹങ്ങളോടും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. നിങ്ങൾക്കൊരു ചെറിയ ഗിഫ്റ്റ്, ഒരു ചെടി തന്നാണ് അയക്കാനായിട്ട്. ഞാൻ കുറച്ച് പേർക്കൊക്കെ കൊണ്ടു കൊടുത്തു. വാങ്ങിക്കാത്തവർ വന്ന് മിനുവിലെ മേടിച്ചോട്ട് പോകണം. ഒരിക്കൽ കൂടെ എല്ലാവരും സ്നേഹവും. ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്കാണ്. നമ്മുടെ അച്ഛൻ ഇല്ലേ, എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞ ബൗച്ച എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞു, വൈകുന്നേരം എപ്പോഴാ വരുന്നെന്ന് പറഞ്ഞു, 4 മണിയാകുമ്പോൾ പുതിയ അച്ഛൻ വെള്ളിയാഴ്ച തന്നെ വരുന്നതാണ് എന്ന് ഓർപ്പിക്കുന്ന. ആ സമയത്ത് എല്ലാവരും കടന്നു വന്നതും